വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ LDC 2027 നേടിയെടുക്കാം ₹1 ചെലവില്ലാതെ എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാന കാര്യം. നിങ്ങൾ ചില കോഴ്സിന് ചേർന്നവരായിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലിരുന്നുള്ള പഠനം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ, ഇത്തരം ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പലരും ഉണ്ടായിരിക്കും. അവരുടെയൊന്നും വാക്കുകൾ കേൾക്കാതെ എനിക്ക് ഈ ജോലി നേടിയെടുക്കണം എന്നൊരൊറ്റ ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും. ഈ വീഡിയോ ക്ലാസ് അവസാനം വരെ കാണുക. PSC കോച്ചിങ് രംഗത്തെ എൻ്റെ 25 വർഷത്തെ അനുഭവമുണ്ട്. ഞാനും PSC മത്സര പരീക്ഷകൾ എഴുതി PSC ക്രാക്ക് ചെയ്ത് ജോലി നേടിയതിന് ശേഷം പിന്നീട് പാഷൻ കൊണ്ട് വീണ്ടും തിരിച്ച് റിസൈൻ ചെയ്ത് ഈ രംഗത്തേക്ക് വന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് മുഴുവൻ കാണാം. ഇപ്പം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ കുറിച്ചൊരു വാക്ക് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീട്ടിലുണ്ടാവാം, നാട്ടിലുണ്ടാവാം, അതല്ലെങ്കിൽ പരീക്ഷ എഴുത്ത് തൊഴിലാളികളുണ്ടാവാം. അവർ നിരന്തരം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്മാർട്ടായ കൃത്യമായ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ്. ലക്ഷക്കണക്കിന് പേരാണ് എഴുതുന്നത്, അതിൽ ആയിരക്കണക്കിന് പേർക്കാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഒരു വർഷം 20,000 മുതൽ 30,000 ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. അവർ പിന്നോട് നിങ്ങളെക്കൊണ്ട് മത്സരിക്കാനേ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ മെല്ലെ 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 മുന്നിലെത്തും. അപ്പോൾ നമുക്ക് ഇത്തരം നെഗറ്റീവിലൊന്നും പെടാതെ ഞാൻ പോസിറ്റീവായിരിക്കും എന്ന മൈൻഡ് സെറ്റുള്ളവർ തുടർന്ന് കാണുക. നിങ്ങൾക്ക് അസുലഭമായ ഒരവസരം തന്നെയാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സാമ്പത്തിക ചെലവൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പോവാം? അപ്പോൾ ഇവിടെ പഠന രീതിക്ക് ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ പഠന രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് 3 വഴികളുണ്ട്. ആ 3 വഴികളും ഓരോന്നിൻ്റെതും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഓരോന്നിനുമുണ്ട് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും. പൂർണ്ണമായും സൗജന്യമായി വീട്ടിലിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രാധാന്യം. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റു വഴികളെക്കുറിച്ചും ഞാൻ പറയും. പക്ഷെ പ്രധാന കാര്യം എങ്ങനെ വീട്ടിലിരുന്ന് സൗജന്യമായി പഠിക്കാമെന്നുള്ളതാണ്. മറ്റ് ഓപ്ഷനുകളെക്കുറിച്ചും ഞാൻ പറഞ്ഞു പോകാം. ആ 2 ഓപ്ഷനെ, ഇതൊരു ഓപ്ഷനാണ്, മറ്റ് 2 ഓപ്ഷനുകളെ കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രവേശിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? LDC വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാം, അല്ലാതെ എന്തെല്ലാം സാധ്യതകളുണ്ട്, വീട്ടിലിരുന്ന് പഠിക്കാതെ നമുക്ക് സാധ്യതകളുണ്ട് എന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിലും, നിങ്ങൾ ഏത് മോഡൽ തിരഞ്ഞെടുക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതാണ് ഇതിൻ്റെ സക്സസ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ പിരമിഡ് നിങ്ങൾ ആലോചിക്കുക. ഈ പിരമിഡിൽ എന്തെല്ലാമാണ് പറയുന്നത്? ഈ പിരമിഡിൽ ഏറ്റവും അടിയിലുള്ളത് നമുക്കറിയാം. സക്സസ് എന്ന് പറയുന്നത് അത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷനെ ആസ്പദമാക്കിയാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. ആ സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ സിലബസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. പ്രിപ്പയർ ചെയ്യുന്ന രീതി. പിന്നെ സ്റ്റഡി മെറ്റീരിയലുകളാണ് വളരെ പ്രധാനമായിട്ടായി വേണ്ടത്. അതിൽ SCERT ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ഥിരമായിരിക്കണം. അതുപോലെ തന്നെ അതിൽ റിവിഷനും ഉൾക്കൊള്ളണം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കുമ്പോൾ അത് സ്ഥിരമായിരിക്കണം, അതിൽ റിവിഷനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ വളരെ പ്രധാനമാണ്. മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാതെ പരീക്ഷ ക്രാക്ക് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതെല്ലാം ചേർന്ന് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കും. ഇതാണ് അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പം പഠന രീതികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സൗജന്യമായി പഠിക്കാം. അങ്ങനെ സൗജന്യമായെങ്കിൽ പൂർണ്ണമായും സൗജന്യമാണ്. സ്വന്തം താല്പര്യപ്രകാരമാണ് പഠിക്കുന്നത്. സമയ നിയന്ത്രണം സ്വയം നിർവഹിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു വഴി ഏതാണ്? ഓഫ്ലൈൻ കോച്ചിങ് സെൻ്ററുകൾ. അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വഴി ഫലപ്രദമാണ്, എഫക്റ്റീവാണ്. ഇത് ആർക്കാണ് എഫക്റ്റീവ് എന്ന് ഞാൻ പറയാം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ വിശദാംശങ്ങൾ പറയുന്നത്. പക്ഷേ ഓഫ്ലൈൻ കോച്ചിങ് സെൻ്ററിൽ പോയിട്ട് പഠിക്കാം. അവിടെ അധ്യാപകരുമായി നിങ്ങൾക്ക് നേരിട്ട് സംവദിക്കാം. അധ്യാപകർ നിങ്ങളെ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യും. അവിടെ നേരിട്ടായതുകൊണ്ട് സംശയ നിവാരണം എളുപ്പമാണ്.
പക്ഷെ അവിടെ ഉയർന്ന ഫീസ് ഉണ്ട്, യാത്രാക്ലേശമുണ്ട്. ഉയർന്ന ഫീസും എന്തുമുണ്ട്, യാത്രാക്ലേശവും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഉദാഹരണം, നിങ്ങളിപ്പോൾ ടൗണിലായിരിക്കും, നിങ്ങളൊരു നല്ല എന്താ പറയുക മറ്റേ ഓഫ്ലൈൻ സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനത്തെ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു യാത്ര ഉണ്ട്. ആ യാത്ര ചിലപ്പോൾ 1 മണിക്കൂറാവാം, അല്ലെങ്കിൽ 1.5 മണിക്കൂറാവാം. ആ യാത്രയ്ക്ക് മുന്നേ നിങ്ങളൊരു ഒരുക്കം നടത്തേണ്ടതുണ്ട്. തിരിച്ചൊരു യാത്ര ഉണ്ട്. ആ യാത്ര കഴിഞ്ഞു വന്ന് നിങ്ങൾക്ക് ഈ പഠനത്തിലേക്കുള്ള ഒരു ഒരുക്കമുണ്ട്. ചിലപ്പോൾ 2 മുതൽ 4 മണിക്കൂർ വരെ അങ്ങനെ പോകും. അപ്പം നിങ്ങളുടെ കയ്യിൽ ധാരാളം സമയമുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു സാഹസത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാവൂ. ഓഫ്ലൈൻ മികച്ചതാണ്, നിങ്ങൾക്ക് അവിടെ പോവാം, പഠിക്കാം. ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായാൽ ആ ക്ലാസ് മിസ്സായതാണ്, അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മുടക്കരുത്. അപ്പം നിങ്ങൾക്ക് യഥേഷ്ടം സമയമുണ്ട്, കയ്യിൽ നല്ല കാശുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ചേരാം. അല്ലാത്തത് നടക്കുമോ? അല്ലാതെയും നിങ്ങൾക്ക് മേടിച്ചെടുക്കാം. പക്ഷേ ഇത് അപ്പം ഏറ്റവും ബെസ്റ്റ് ഇതാണ്, നിങ്ങളുടെ കയ്യിൽ നല്ല സമയവുമുണ്ട്, ധാരാളം പൈസയും ഉണ്ടെങ്കിൽ. അല്ലാതെ വെറുതെ ഒരു 3000-നോ 4000-നോ ചേരരുത്. ഒരു വർഷത്തിന് 2000 മുതൽ 15000 വരെ അവർക്ക് ചിലവ് വരും, നല്ല അധ്യാപകരെയൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ ആ ഓഫ്ലൈൻ സെൻറ്ററിൽ ചേരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ 200-300 കുട്ടികൾക്ക് ഒരൊറ്റ ക്ലാസ് ആണെങ്കിൽ വെറുതെ പോയി ചേരണ്ട. യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതി, ആ ഫലം തന്നെ അവിടെ കിട്ടുള്ളൂ. അവിടെ അധ്യാപകനെ നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ആ നല്ല അധ്യാപകന്റെ ക്ലാസ്സൊക്കെ യൂട്യൂബിലുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ആ അധ്യാപകന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തണം. അവിടെ സ്ഥിരം അധ്യാപകരുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തണം ആ PSC കോച്ചിങ് സെന്ററിൽ. അല്ലാതെ നല്ലൊരു ബ്രാൻഡ് ഉണ്ട്, ആ ബ്രാൻഡിന്റെ ചിലപ്പോൾ ഫ്രാഞ്ചൈസി ആയിരിക്കാം, അവർ തരുന്ന മെറ്റീരിയൽ മാത്രമാണെങ്കിൽ നിങ്ങൾ ആ ഗൈഡ് മേടിച്ചാൽ മതി. അവിടെ ഏതെങ്കിലും അധ്യാപകർ എപ്പോഴെങ്കിലും ഒക്കെ വന്നു പോകുന്നവർ സ്ഥിരമായി ക്ലാസ് എടുക്കുന്നുണ്ടാവും. എപ്പോഴെങ്കിലും ഒക്കെ വന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണയില്ല. ആ ഓഫ്ലൈൻ്റെ പഠനത്തിൽ കുട്ടിയും അധ്യാപകനും തമ്മിലൊരു ബന്ധമുണ്ട്, ആ ബന്ധം അവിടെ ഫിറ്റായി മാറില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം, നിങ്ങൾക്ക് കണക്ക് എങ്ങനെ അറിയാം, ഇംഗ്ലീഷ് എങ്ങനെ അറിയാം എന്നൊക്കെ അറിയണം ആ അധ്യാപകന്. അപ്പോഴാണ് നിങ്ങളതിനെ പേഴ്സണലായിട്ട് അവിടെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും രണ്ടും ഉറപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾ സ്ഥാപനം തിരഞ്ഞെടുക്കാൻ. അല്ലാതെ ബ്രാൻഡോ അവിടെ ചേർന്ന കുട്ടികളുടെ എണ്ണമോ അതിൻ്റെ വെറും റിവ്യൂവോ മാത്രം നോക്കിക്കൊണ്ട് ചേരരുത്, അപ്പോഴേ അത് എഫക്റ്റീവ് ആവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. ആ ഓൺലൈൻ പെയ്ഡ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളാണ്, വീട്ടമ്മയാണ്, നിങ്ങളുടെ അടുത്തൊരു 1000 രൂപ കയ്യിലുണ്ട്, നല്ല ഓൺലൈൻ പെയ്ഡ് ക്ലാസ്സുകൾ, ഞങ്ങൾക്കടക്കം പെയ്ഡ് ക്ലാസ്സുകളുണ്ട്, ഓൺലൈൻ പെയ്ഡ് ക്ലാസ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നേ ഇല്ല. അത് വേണമെങ്കിൽ ഞാൻ മറ്റൊരു ക്ലാസ് വീണ്ടും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ചേരാം. അപ്പോൾ അവിടെ സമയസ്ഥല സൗകര്യമുണ്ട്, യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, വീഡിയോകൾ ആവർത്തിച്ച് കാണാം, മിതമായ ഫീസാണ്, ഒരു 1000 രൂപയ്ക്കൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി സൗജന്യ പഠനത്തിലേക്ക് ഞാൻ പോകാം. സൗജന്യ പഠനം എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായിട്ട് നിങ്ങൾ പിന്നോട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ മാത്രം സൗജന്യമായ പഠനത്തിനെ ഓപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ഒരു 1000 രൂപയല്ലേ വേണ്ടുള്ളൂ. എന്നാൽ കഠിനാധ്വാനം വേണം, അവർക്കാണ് സൗജന്യ പഠനം. അവിടെ ഈ രീതിയിൽ വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശക്തമായ ആത്മവിശ്വാസവും സ്വയം പ്രചോദിപ്പിക്കാനുമുള്ള കഴിവാണ്. അപ്പം അവിടെ സാമ്പത്തികമായി നിങ്ങൾ പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു മരണക്കളിയാണ്. ഈ ജോലി കിട്ടിയേ തീരൂ എന്ന് നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെയുള്ളവരൊക്കെ ജോലി മേടിച്ചെടുക്കുകയും ചെയ്യും. അതേസമയം നിങ്ങളുടെ അടുത്ത് കാശുണ്ട്, പക്ഷേ നിങ്ങളുടെ ഒരു ടെസ്റ്റിംഗ് ആണ്, എങ്ങനെയുണ്ട് പഠിച്ച് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പ്രചോദിതരാകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. എന്താ കാരണം? കാരണം നിങ്ങൾക്ക് അത്യാവശ്യം കഴിഞ്ഞ് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് നീട്ടിവെക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നീട്ടിവെക്കും. ഓക്കെ, അപ്പം നിങ്ങൾ സൗജന്യ പഠനത്തെ മാത്രം ആശ്രയിക്കുന്നത് ബുദ്ധിയായിരിക്കില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് കാശില്ല, നിങ്ങൾക്കത് കിട്ടിയേ തീരൂ, നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ച് പണിയെടുക്കും. തന്നെത്താൻ സമയം നിങ്ങളുടെ പിറകിൽ വരുന്നത് കാണാം. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് ഏതാണ്ട് എല്ലാ പഠന സാമഗ്രികളും സൗജന്യമായി എവിടെ ലഭ്യമാണ്? യൂട്യൂബിലും മറ്റു പല സ്ഥലങ്ങളിലും ലഭ്യമാണ് എന്നറിയാം. അത് എവിടെയൊക്കെ ലഭിക്കുന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പം പണമല്ല, പ്രതിബദ്ധതയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ അധ്യാപകരുടെ നിലവാരമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ലാതെ അതിൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് എത്ര വ്യൂസ് കിട്ടി, ആ സ്ഥാപനത്തിന്
അത്രമാത്രം ആളുകൾ ചേരുന്നുണ്ട്, ഇതൊന്നും നോക്കി നിങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, 1000 കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ. നിങ്ങൾ ആ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ട് അവിടുത്തെ അധ്യാപകന് ലൈവ് ക്ലാസ്സിൽ നിങ്ങളുടെ സംശയം തീർക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു കോഴ്സിലും ചേരുന്നതിന് മുമ്പ് അവരുടെ സൗജന്യ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുക. ആ സൗജന്യ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അധ്യാപകരുടെ പഠിപ്പിക്കുന്ന രീതിയും വിഷയത്തിലുള്ള അറിവും വിലയിരുത്തുക. അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഇപ്പം നമ്മുടെ വിൻഡോജുവിലാണെങ്കിൽ ഞാൻ മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പം എൻ്റെ ക്ലാസ്സുകളെല്ലാം കാണണം. അപ്പോൾ മാത്സ് കാണണം, ഇംഗ്ലീഷ് കാണണം. എല്ലാ ക്ലാസ്സുകളും കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടും. ഹിസ്റ്ററി കാണണം, ജോഗ്രഫി കാണണം. മറ്റേതെങ്കിലും കോഴ്സിലാണെങ്കിൽ നിങ്ങൾ അവരുടെ എല്ലാ ക്ലാസ്സുകളും കാണുക. അത് 10th ലെവലിൻ്റെ കാണണം, ഡിഗ്രി ലെവലിൻ്റെയോ +2 ലെവലിൻ്റെയോ കാണരുത്. നിങ്ങൾ 10th ലെവലിലാണ് നോക്കുന്നതെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെ ഓരോ ടോപ്പിക് ഒന്ന് കാണുക, കണ്ടതിന് ശേഷം തീരുമാനം എടുക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് അധ്യാപകരെ ഇഷ്ടപ്പെട്ടു, കോഴ്സിൻ്റെ ഘടനയാണ്. അവരെ വിളിക്കണം, വിളിച്ച് ചോദിക്കണം, ലൈവ് ക്ലാസ് ഉണ്ടോ? ചോദിച്ചിരിക്കണം. എത്ര ദിവസം ലൈവ് ക്ലാസ് ഉണ്ട്? ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ലൈവ് ക്ലാസ് ഉണ്ടാവണം. ആ ലൈവ് ക്ലാസ് നിങ്ങളോട് പറയാണ് 4 ലൈവ് ക്ലാസ് ഉണ്ട്. 4 മണിക്കൂർ അപ്പം തന്നെ നിങ്ങളുടെ പോയി. 4 മണിക്കൂർ നിങ്ങളുടെ പോയി. വെറും ലൈവ് ക്ലാസ്സിലിരുന്ന് പഠനം മാത്രമാണെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്. കാരണം അവിടെ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം 1 or 2 ലൈവ് ക്ലാസ് അത്രേ വേണ്ടുള്ളൂ. ഒരു ലൈവ് ക്ലാസ് ഒരു ദിവസം, അങ്ങനെ ഒരു 6 എണ്ണം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബാക്കി അവിടെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത്തത്, റെക്കോർഡ് ക്ലാസ്സിനെ കുറിച്ച് അവരോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? റെക്കോർഡ് ക്ലാസ്സസ് എങ്ങനെയാണ്? അത് പ്രോഗ്രസീവ് ആയിരിക്കണം. അതായത് പഴയ കാലത്ത് റെക്കോർഡർ ക്ലാസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. PSCയുടെ പാറ്റേൺ മാറുകയാണ്. പുതിയ SCERT പാഠഭാഗം വന്നു. അതിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സമീപനമായതുകൊണ്ട് തന്നെ ആഴ്ചകളിൽ പുതിയ റെക്കോർഡർ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കണം. അതായത് അവിടെ അത് പ്രോഗ്രസീവാണ്. ആ കോഴ്സ് മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു വർഷത്തോടൊപ്പം ആ കോഴ്സും രൂപപ്പെട്ടു വരും. പിന്നെ അടുത്ത വർഷവും നിങ്ങൾ തുടരേണ്ടി വരും. അവിടെ അത് തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ കോഴ്സ് റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം, അത് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കണം, അപ്ഡേറ്റ് ചെയ്ത റെക്കോർഡ് ക്ലാസ് ആയിരിക്കണം. അല്ലാതെ ആൾറെഡി എല്ലാ റെക്കോർഡ് ക്ലാസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചേരാതിരിക്കുകയാണ് ബുദ്ധി. കാരണം ഈ പരീക്ഷാ പാറ്റേണിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഒരു 8-9 മാർക്കിൻ്റെ വ്യത്യാസങ്ങൾ എല്ലാ വർഷവും മാറി മാറി വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നോക്കൂ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്കായിരിക്കും സിലബസിൽ, പക്ഷെ 15 മുതൽ 16 മാർക്ക് വരെ ചോദിക്കുള്ളൂ. അതിൽ ആവറേജ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ബയോളജി 6 മാർക്കിനുള്ള സ്ഥലത്ത് 7-8 മാർക്ക് വരെ ചോദിക്കും. എക്കണോമിക്സ് 9 മാർക്ക് വരെ ചോദിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു ധാരണയോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റേജ് ഒക്കെ അവർ തീരുമാനിക്കേണ്ടത്. സംശയ നിവാരണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കണം. ഓൺലൈൻ ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ നിങ്ങളൊരു സംശയം ചോദിച്ചാൽ അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റണം. അപ്പോൾ 1000കണക്കിന് കുട്ടികളാണെങ്കിൽ അതൊന്നും നടക്കില്ല. അത് ചോദിച്ചിരിക്കണം. ഇത് കോഴ്സിൻ്റെ ഭാഗമാണോ എന്ന് ഉറപ്പിക്കണം. എന്നിട്ട് ഫീസ് നിരക്ക് സാധാരണ നിങ്ങൾ എന്താ ചെയ്യുക? ഒരു വർഷത്തേക്ക് ഒരു 1000 രൂപയിൽ താഴെയാണെങ്കിൽ 999 ഞങ്ങൾ എല്ലാവരും ഓഫർ ചെയ്യും. അതെന്താ കാരണം? ₹1 കുറച്ചിട്ട് ഞങ്ങൾക്ക് അപ്പോൾ 1000ന് താഴെയാണെന്നുള്ളൊരു ബോധം വരും. ഒരു 1000 രൂപ അതൊന്നും ഒരു യഥാർത്ഥ ഫീസ് അല്ല. PSC പഠനത്തിന് അത്രയും കണ്ടന്റ് ഉണ്ട്. ഒരു ലൈവ് ക്ലാസ്സും അതിൽ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ 1000 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം കനത്ത മത്സരമാണ്. അപ്പോൾ 1000 രൂപയ്ക്ക് തന്നെ ഇപ്പം ഞാനാണ് എൻ്റെ എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടോ, ഞാനാണ് എൻ്റെ എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും എടുക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേറൊരു പേയ്മെൻറ്റ് കാണേണ്ടതില്ല. ഇതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഒരു പേയ്മെൻറ്റ് കാണേണ്ടതില്ല. സർക്കാർ ജോലി രാജിവെച്ചതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്, അല്ലാതെ ലീവ് എടുത്തിട്ടല്ല. അപ്പോൾ അവിടെ എന്താ ഒരു പ്രശ്നം വരിക? മറ്റ് സ്ഥാപനങ്ങൾ പെയ്ഡ് ചെയ്യണം, അല്ലേ? അങ്ങനെ ഒരാൾ എടുക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് അവർ പേ ചെയ്യണം. പേ ചെയ്യുമ്പോൾ നല്ല അധ്യാപകന് ഒരു 500 മുതൽ 600 രൂപ വരെ കൊടുത്താലേ ഒരു അധ്യാപകനെ കിട്ടൂ, നല്ല അധ്യാപകനെ കിട്ടൂ. അപ്പം ചിലർ 2000 രൂപയ്ക്ക് മെൻറ്ററിങ് അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട്. ആ മെൻറ്ററിങ് ഓട്ടോമേറ്റഡാണ്. എനിക്ക് മൊത്തം കുട്ടികളുടെ ജസ്റ്റ് ഒന്ന് ഒരു 2-3 മണിക്കൂർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു 1-1.5 മണിക്കൂർ ഇപ്പം നിലവിലുള്ള കുട്ടികളുടെയും പുതുതായി ചേരുന്നവരുടെയും കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ എക്സാമിനൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഞാൻ തന്നെയാണ് കോഡിംഗ് ഒക്കെ പഠിച്ച് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്.
അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ഇമെയിലിലേക്കാണ് വരിക. അടുത്ത് തന്നെ നമ്മുടെ ഒരു ആപ്പ് അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലും കാണും. അതൊക്കെ ഓട്ടോമേറ്റഡാണ്. ഓട്ടോമേറ്റഡ് അല്ലാത്തത് ബെസ്റ്റാണ്. പക്ഷേ 2000 രൂപയ്ക്ക് എങ്ങനെ നൽകുമെന്നാണ് എൻ്റെ ചോദ്യം. നന്നായി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഇവാലുവേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ മാനസികമായിട്ടുള്ള നിലവാരം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പഠനത്തിൽ എവിടെയാണ് തകരാറ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം. PSC കുറിച്ചൊരു ധാരണ വേണം. അങ്ങനെയുള്ള ഒരു അധ്യാപകന് ഒരു 2 ബാച്ച് നോക്കാൻ പറ്റും 100 കുട്ടികളെ. അയാൾക്ക് ഞാൻ എങ്ങനെ നോക്കുമ്പോഴും അവർക്കൊരു 10,000 രൂപ ആ ടീച്ചർക്ക് കൊടുക്കണ്ടേ? 10,000 രൂപ കൊടുക്കുകയാണെന്ന് വെച്ചാൽ 100 ആളുകളെ നോക്കുക. അങ്ങനെ ഒരു വർഷത്തേക്ക് ആ ടീച്ചർക്ക് കൊടുക്കേണ്ട പൈസ എത്രയാ? ആ ടീച്ചർക്ക് മാത്രം 1,20,000 കൊടുക്കണം. അതും എൻ്റെ സമയവും ചെലവഴിക്കണം. എൻ്റെ സമയം ചെലവഴിച്ചിട്ട് ആ ടീച്ചറെ അതിനു വേണ്ടി മാത്രം അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിർത്തണം. അപ്പോൾ നമുക്കൊരു 1,200 രൂപ മാസം ടീച്ചർക്ക് വരും. അഥവാ നിങ്ങൾ 100 ആൾ ചേർന്നുണ്ടെങ്കിൽ ആ 100 ആളുടെ പൈസ കൊണ്ട് ആ ടീച്ചർക്ക് കൊടുക്കാനുള്ള പൈസ തികയില്ല. 20,000 രൂപ വീണ്ടും കയ്യിൽ നിന്ന് എടുത്ത് വെക്കണം. ഇനി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നിലനിൽക്കണമെങ്കിൽ അതിന് പൈസ വേണം. അതിന് ഒരു നന്നായിട്ട് നിങ്ങൾക്ക് സ്ട്രീം ലൈൻ ചെയ്തിട്ട് ആപ്പിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ അതുപോലുള്ള ഡിസൈനേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് നമുക്കൊരു വർഷം ഏകദേശം 20,000-നും 40,000-നും ഇടയിൽ അതിൻ്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളും മാത്രം വരും. ഇനി ഇത് ഹോസ്റ്റ് ചെയ്യാനുള്ള ചിലവ്, അത് കൂടാതെ ഇതിന് കിസ്സൊക്കെ ഉണ്ടാക്കാൻ ഒരു സ്റ്റാഫിനെ വേണം. അല്ലാതെ നമുക്ക് ഇതിനെ കണ്ടന്റ് ഉണ്ടാക്കണം പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ കൂടിയിട്ട് എൻ്റെ ഒരു കണക്കിൽ ഒരാളെ വെക്കുകയാണെങ്കിൽ, നല്ലൊരു കണ്ടന്റ് റൈറ്ററെ വെക്കുകയാണെങ്കിൽ അതിനും വരും ഒരു 1.5 ലക്ഷം. ഒരു 12,000, 13,000 ഒക്കെ കൊടുക്കുന്ന ഒരാളേനെ വെച്ചാലേ നടക്കുള്ളൂ. അവിടെ 1.5 ലക്ഷം വരും. ഇനി അത് കൂടാതെ ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ വില കുറഞ്ഞ് മാത്രം പോയി ചിന്തിക്കുന്നതിനുള്ള കുഴപ്പമാണ്. ഇനി അത് കൂടാതെ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യാനൊക്കെ ഒരു സംവിധാനം വേണം. അധ്യാപകരുടെ കാശും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു മെൻഡർ അടക്കമുള്ള ഒരു കോഴ്സിന് സാധാരണ ഒരു മെൻഡറിങ്ങിന് ഒരു 4,000 രൂപ മിനിമം വേണം. എന്നാലേ അത് അവർക്ക് നഷ്ടത്തിലും ലാഭത്തിലും അല്ലാതെ കലാശിക്കൂ. അപ്പോൾ ഒരു അധ്യാപകന് ക്ലാസ്സൊക്കെ കൊടുത്തുകൊണ്ട് ഒരു 100 ആൾ 150 ആളേനെ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റും. ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള മെൻഡറിങ് ആണെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപ വേണ്ടി വരും. അതപ്പോൾ നിങ്ങൾക്ക് നന്നായി നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അത് ഓഫ്ലൈനിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണ് മെൻറ്ററിങ് നടക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഒരു മെൻറ്ററിങ് സിസ്റ്റം ഉണ്ടാക്കാം അതൊക്കെ ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഓൺലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു 1000 രൂപയെങ്കിലുമുള്ള കോഴ്സിൽ ഈ ഫീച്ചറൊക്കെ ഉണ്ടതിന് ശേഷം തയ്യാറായാൽ മതി. ഇനി നമ്മുടെ സമ്പൂർണ്ണ സൗജന്യ പഠന പദ്ധതിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽ കളക്ഷൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സ്റ്റഡി മെറ്റീരിയൽ കളക്ഷൻ ആണ് ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുകൾ വേണ്ടത്? നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വേണ്ടത് എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുകൾ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. എവിടെ നിന്ന് കിട്ടും SCERT പാഠപുസ്തകങ്ങൾ? SCERT പാഠപുസ്തകങ്ങൾ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് സമഗ്രയാണ്. അവിടെ പുതിയ പാഠപുസ്തകങ്ങളും വേണം, പഴയ പാഠപുസ്തകങ്ങളും വേണം. പുതിയ പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പഴയ പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് പല സൈറ്റുകളിലും ലഭിക്കും. നമ്മുടെ സൈറ്റിലുണ്ട്, നമ്മുടെ ആപ്പിലുണ്ട്. നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. അവിടെ ഫ്രീ ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ളിടത്ത് പഴയ എല്ലാ SCERT പുസ്തകങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. കാരണം ഇപ്പോഴും പഴയ പാഠപുസ്തകത്തിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ആ പഴയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒപ്പം പുതിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. 10 മുതൽ 15 മാർക്ക് വരെയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതിനിയുള്ള ദിവസങ്ങളിൽ, വർഷങ്ങളിൽ കൂടുകയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ 2 പാഠഭാഗത്തിനും പ്രാധാന്യം കൊടുക്കണം. അത് കൂടാതെ മുൻകാല ചോദ്യപേപ്പറുകളാണ്. 2020 മുതലുള്ള മുൻകാല ചോദ്യപേപ്പറുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിന് നിങ്ങൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മുൻകാല ചോദ്യപേപ്പറുകൾ ഒരു പൈസയും കൊടുക്കണ്ട. ഇനി ഒന്നാണ് റാങ്ക് ഫയൽ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആൾറെഡി നല്ല ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും. ആ റാങ്ക് ഫയലിന് ഒരു 1000 മുതൽ 1300-400 രൂപ വരെ വരും. അതന്നെയാണ് നല്ല റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞതിനൊന്നും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല.
ഇപ്പം നമ്മുടെയൊക്കെ കോഴ്സിൽ ഓൺലൈൻ കോഴ്സിലാണെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയലും മേടിക്കേണ്ട, കംപ്ലീറ്റ് നോട്ട്സും റാങ്ക് ഫയലും അവിടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ആ റാങ്ക് ഫയൽ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം, പ്രത്യേകിച്ച് 2022 ശേഷമുള്ള റാങ്ക് ഫയൽ ആയിരിക്കണം. 2022 ശേഷമുള്ള റാങ്ക് ഫയൽ ആണെങ്കിൽ അത് തന്നെ കയ്യിൽ വെച്ചോളൂ, പുതുതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. 2022 മുന്നേയുള്ള റാങ്ക് ഫയൽ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് പുതുത് വാങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആരുടെന്നെങ്കിലും ഒന്ന് കടം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഈ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കണം. എന്നിട്ടിത് ഡിജിറ്റലി ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ 1 രൂപ ചെലവില്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ സംഘടിപ്പിക്കാം, ഒന്ന് മനസ്സിലെത്തിയാൽ. അപ്പോൾ നമ്മുടെ സമ്പൂർണ്ണ സൗജന്യ പാഠപദ്ധതിയിൽ ഞാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. സ്റ്റഡി മെറ്റീരിയലിൽ SCERT പാഠപുസ്തകങ്ങളും മുൻ ചോദ്യപേപ്പറും റാങ്ക് ഫയലുകളും എന്നിവ സംഘടിപ്പിക്കലാണ്. എന്നിട്ട് അത് ഡിജിറ്റലായിട്ട് ഓർഗനൈസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഡിജിറ്റലായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്യണം, അല്ലാതെ നിങ്ങൾ വെറുതെ അത് പ്രിൻ്റ് എടുത്ത് വയ്ക്കൊന്നും വേണ്ട. സ്റ്റെപ്പ് 2 സ്റ്റഡി മെറ്റീരിയൽ റിവിഷൻ ആണ്. ആ ചോദ്യപേപ്പർ വിശകലനം, വിഷയാധിഷ്ഠിത നോട്ട് തയ്യാറാക്കൽ, മോക്ക് ടെസ്റ്റ്, ആവർത്തന പഠനം നിങ്ങൾക്ക് സ്വയം ചെയ്യാം. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് സ്വയം മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കാം, അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാം. ആ ചോദ്യപേപ്പർ എങ്ങനെ വിശകലനം ചെയ്യണം, എങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത്, SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ സ്ട്രാറ്റജി എന്താണ്, SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ഇവിടെ ക്ലാസ്സിൽ പറയും. പക്ഷെ വിശദമായ മറ്റൊരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, എങ്ങനെയാണ് SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. ഇപ്പോൾ SCERT സ്റ്റെപ്പ് 1 പഠന സാമഗ്രികൾ തയ്യാറാക്കലാണ്. അതിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് SCERT പാഠപുസ്തകം എന്ത് ചെയ്യുക, സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്താൽ മതി, മൊത്തം ഡൗൺലോഡ് ചെയ്യേണ്ട. അതായത് SCERT പാഠപുസ്തകം നിങ്ങൾ സമഗ്രയിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലെ എല്ലാ പാഠഭാഗങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല. അതെന്താ കാരണം? അവിടെ സിലബസിനനുസരിച്ച് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതേതെല്ലാം പാഠഭാഗങ്ങളാണെന്ന് മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോരോ മെത്തേഡിനുമുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഞാൻ പിന്നീട് പറയും. ഇപ്പോൾ SCERT പാഠഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി മറ്റൊരു ക്ലാസ് പറയുന്നുണ്ട് SCERT ഡേയിൽ. എന്നിട്ട് അതിനുശേഷം ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ കിട്ടും. ആ വെബ്സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ആ പഠിക്കാൻ പോകുന്ന പാഠഭാഗം മാത്രം എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത ഒരൊറ്റ പാഠഭാഗമാക്കി മാറ്റുക. ആ പാഠഭാഗം മാറ്റി അത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് എപ്പോഴും സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന രീതിയിൽ നിങ്ങളുടെ മൊബൈൽ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാം, റെഡിയാക്കി വെക്കുക. മുൻകാല ചോദ്യപേപ്പറുകൾ, ഒരു ചോദ്യപേപ്പർ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി, എല്ലാ ചോദ്യപേപ്പറും ഡൗൺലോഡ് ചെയ്യണ്ട. പക്ഷേ 2020 മുതൽ 2025 വരെയുള്ള ചോദ്യപേപ്പർ വേണം. അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഇനിയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ എല്ലാം ഉൾപ്പെടണം. LGS വേണം, പ്രിലിംസ് വേണം, മെയിൻസ് വേണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ നിന്ന് തുടങ്ങുക, എന്നിട്ട് ആദ്യകാലത്തേക്ക് പോവുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024ലെയും 2025ലെയും തൊട്ടിട്ട് പിന്നെ പുറകോട്ട് പോയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞു 2022 ശേഷമുള്ള റാങ്ക് ഫയൽ, ഇതൊക്കെ ഡിജിറ്റലായിട്ട് ഓർഗനൈസ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു ഡിജിറ്റലായി ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യാം, അതിനെങ്ങനെ ഫോൾഡർ ഉണ്ടാക്കാം, അതൊക്കെ ഒറ്റ ക്ലാസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഇനി ഇതൊന്നും കാത്തിരിക്കേണ്ട, നിങ്ങൾക്ക് പഠനം തുടങ്ങാം. കുറച്ചല്ലേ ഉള്ളൂ, പക്ഷെ കൂടുതലാകുമ്പോൾ നിങ്ങളത് ഡിജിറ്റലായിട്ട് ഓർഗനൈസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ. കാരണം അത്രയും പഠന സാമഗ്രികളുണ്ട്. അത് ഡിജിറ്റലായിട്ട് ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. SCERT പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. പഴയ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇപ്പോഴും ചോദ്യം വരുന്നുണ്ട്. പുതിയ പാഠപുസ്തകങ്ങളിലുള്ള ചോദ്യങ്ങൾ കൂടി വരും. അപ്പോൾ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം, ഇതിന് SCERT പാഠപുസ്തകങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തുകൊണ്ടാണ് ആ വിഷയങ്ങൾക്കും കറണ്ട് അഫയേഴ്സിനും നമ്മൾ അത് ആശ്രയിക്കേണ്ട എന്ന് ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് പറയാനുള്ള കാരണം നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെലവഴിക്കുന്ന സമയം, ആ ചെലവഴിക്കുന്ന സമയത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, അതാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഞാൻ പറയുന്നത്. ആ ചെലവഴിക്കുന്ന സമയത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് മാർക്കുകളാണ്. വെറുതെ കുറേ പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ ഈ വലിയ കെട്ടുകണക്കിന് പുസ്തകം ഈ 30 മാർക്കിന് വേണ്ടി പഠിക്കണ്ട. അവിടെ മുൻകാല ചോദ്യപേപ്പറുകൾ മാത്രം പഠിച്ചാൽ മതി.
നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയലും ഉണ്ടായാൽ മതി. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ നോളജിന് വേണ്ടി മാത്രമാണ്. ആ ജനറൽ നോളജിൽ തന്നെ സിലബസിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് ഏതാണ് എന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇനി മുൻകാല ചോദ്യപേപ്പറുകൾ നിങ്ങളുടെ വഴികാട്ടിയാണ്. ആ മുൻകാല ചോദ്യപേപ്പറുകൾ ഞാൻ പറഞ്ഞു എല്ലാ 10th ലെവൽ എക്സാമുകളുടെയും നിങ്ങൾക്ക് എടുക്കാം. അതിപ്പോൾ VFA ആണെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇനി വരാൻ പോകുന്നുണ്ട്. ഈ LDC 2027 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന VFA എക്സാമിനും ബീവറേജസ് കോർപ്പറേഷനിലെ LDC എക്സാമിനും കമ്പനി കോർപ്പറേഷനിലെ ലാസ്റ്റ് ഗ്രേഡിനും ഒക്കെ തന്നെ ഇതേ രീതി മതി. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടാം. നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല പ്രിപ്പറേഷനും കൂടി കഴിഞ്ഞാൽ അത് കിട്ടും. ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണ്. 2027 ആകുമ്പോഴേക്കും നിങ്ങൾ അടിച്ച് മിന്നി റെഡി ആയിട്ടുണ്ടായിരിക്കും. ഒരാൾക്ക് നിങ്ങളെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. ഒരു ചോദ്യ പേപ്പറിൽ 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് 30-40 ചോദ്യങ്ങൾ മുൻവർഷത്തിൽ ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ടുള്ളവയായിരിക്കും. അതായത് ഇതിലെ 30-40 ചോദ്യങ്ങൾ മുൻവർഷത്തിൽ ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ടുള്ളതായിരിക്കും. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മുൻകാല ചോദ്യ പേപ്പറുകളുടെ പ്രത്യേകത. PSC ചോദ്യങ്ങൾ ബൗൺസിങ് ആണ്, ആവർത്തന സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ടാണ് മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു പവർ എന്ന് പറയുന്നത്. മാത്രമല്ല മുൻകാല ചോദ്യങ്ങൾ മടിക്കുന്നത് പാറ്റേണുകൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൽ പല ധാരണയുണ്ടാവും, ഇന്നതാവും ചോദിക്കുക എന്നതാവും ചോദിക്കുക. പക്ഷെ ചോദ്യ പേപ്പർ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അതൊരു 10-20 ചോദ്യ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നതേ ചോദിക്കൂ. അത് നോക്കി നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നിന്ന് വേണ്ടത് എടുക്കാനുള്ള കഴിവ് മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടിരിക്കും. എല്ലാം റാങ്ക് ഫയലിനെ പഠിച്ച് പോകേണ്ട ആവശ്യം വരില്ല. അപ്പൊ റാങ്ക് ഫയൽ ഞാൻ പറഞ്ഞു പുതിയ സിലബസ് അനുസരിച്ചിട്ടായിരിക്കണം, 2022 ശേഷമായിരിക്കണം. ഉള്ളടക്കത്തിന്റെ ഗുണനിലവാരം നോക്കണം, നിങ്ങൾക്ക് നന്നായി വായിക്കാൻ പറ്റണം. അതൊക്കെ വളരെ പ്രധാനമാണ്. നന്നായിട്ട് വായിച്ചു പോകാൻ പറ്റുന്നതായിരിക്കണം. പേപ്പറിന് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഒക്കെ വേണം. ഇല്ലെങ്കിൽ ഈ 2 വർഷം കൊണ്ട് അതൊക്കെ ആപ്പീസ് പൂട്ടിപ്പോവും. അപ്പം അതിനൊരു വാങ്ങുന്നതിനേക്കാൾ നല്ലത് പഴയ ഏതെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക. വാങ്ങുകയാണെങ്കിൽ നിലവാരമുള്ള ഒന്ന് വാങ്ങുക. കേരളത്തിലെ പ്രമുഖ പബ്ലിക്കേഷൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ പഴയ റാങ്ക് ഫയലിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് സാധിക്കും. ഞാൻ അതും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിജിറ്റൽ ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഡിജിറ്റലായിട്ട് നിങ്ങൾ ഓർഗനൈസ് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. ഇനി ലാപ്ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കിട്ടും. നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് ഈ സാധനം ലഭ്യമാണ്. അതായത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം, അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പഠിക്കാം. അവിടെ പുസ്തകം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, പക്ഷേ മൊബൈൽ കയ്യിൽ വെക്കാം. അതെങ്ങനെയെന്നുള്ളത് ഞാൻ മറ്റൊരു ക്ലാസ് പറയാം. എല്ലാം കൂടി ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡിജിറ്റലി ഓർഗനൈസ് ചെയ്യണം. മാത്രമല്ല SCERT പാഠം തന്നെ ഒരു 200-അധികം പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ ഡിജിറ്റലി ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലായിട്ട് അത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. അത്രയൊന്നും കൊള്ളില്ല. അത് ഡിജിറ്റലി ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് ധാരാളമാണ്, ഒരു പൈസയും കൊടുക്കണ്ട. ഡിജിറ്റലി എങ്ങനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. ഫയലും സബ് ഫോൾഡറുമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിൽ ഈ ചോദ്യ പേപ്പറുകളും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടുകൾ എങ്ങനെ ഡിജിറ്റലായിട്ട് ഓർഗനൈസ് ചെയ്യാം അതും ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരയാൻ പറ്റും, ആവശ്യമുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ പഠന പുരോഗതി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പഠന പുരോഗതി ട്രാക്ക് ചെയ്യാൻ ഒട്ടനവധി ആപ്പുകളുണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഡോക്യുമെന്റുകൾ സൂക്ഷിക്കാനാണ്. ഗൂഗിൾ ഡോക്സ് ഉണ്ട്, നിങ്ങൾക്ക് നോട്ട് എടുക്കാം, നിങ്ങളുടെ നോട്ട് അതിലേക്ക് മാറ്റാം. എങ്ങനെയാണെന്ന് ഞാൻ പറയാം, അതിനൊന്നും വലിയ പ്രയാസമില്ല ഇന്നത്തെ കാലത്ത്. വൺ നോട്ട് ഉണ്ട്, നിങ്ങൾ അറിയാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. PDF റീഡർ ആപ്പ് വേണം. അതുപോലെ തന്നെ നോഷൻ പോലെയുള്ള ചില ആപ്പുകളുണ്ട്. അത് നമുക്ക് പഠന പദ്ധതി തയ്യാറാക്കാം. ചില AI-കളുണ്ട്, അത് നമുക്ക് ഫ്രീ ആയിട്ട് പഠന പദ്ധതി തയ്യാറാക്കി തരും, നോട്ട് തയ്യാറാക്കി തരും. അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ, അനാവശ്യത്തിന് ഉപയോഗിക്കരുത്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒറ്റയടിക്കല്ല മെല്ലെ മെല്ലെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഡൗൺലോഡ് ചെയ്ത ചോദ്യ പേപ്പറുകളിൽ നമ്മൾ എങ്ങനെയാ പഠനം, പരിശീലനം, റിവിഷൻ ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ്. ഇവിടെ നിങ്ങൾ ജ്ഞാന നിർമ്മാണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ അറിവ് നിങ്ങൾ പുനഃസൃഷ്ടിക്കും. അങ്ങനെ പുനഃസൃഷ്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാൻ പ്രയാസമാണ്. പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈസിയായി ചെയ്യുകയും ചെയ്യാം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിശദമായി പറയുന്നില്ല, പക്ഷേ ഈ രീതി നിങ്ങൾ പിന്തുടർന്നാൽ മതി. എങ്ങനെയാണ് ആ പിന്തുടരേണ്ടത്? ഒരു ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്ത അതൊന്ന് ഒരെണ്ണം എടുക്കുക. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം എടുക്കുക. ആ ചോദ്യ പേപ്പറിൽ 100 ചോദ്യങ്ങളാണല്ലോ.
ആ 100 ചോദ്യ പേപ്പറിൽ നിന്ന് എത്ര ചോദ്യം എടുക്കേണ്ടത്? ഒരേ ഒരു ചോദ്യം നിങ്ങൾ എടുക്കുന്നു. ആ 100 ചോദ്യ പേപ്പറിൽ നിന്ന് ഒരൊറ്റ ചോദ്യം നിങ്ങൾ എടുക്കുന്നു. ആ ചോദ്യം ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് പഴശ്ശിരാജയുടെ 1ാം പഴശ്ശി യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഉടൻ റാങ്ക് ഫയലിലേക്ക് പോകുന്നു. ആ റാങ്ക് ഫയലിൽ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ഭാഗം എടുക്കുന്നു. ആ ഭാഗമെടുത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് മാത്രം, ഏതെന്തായാലും പരീക്ഷയ്ക്ക് വരും നിങ്ങൾക്ക് തോന്നുക, ചവറ് മുഴുവൻ വലിച്ചിറക്കണ്ട, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കുറച്ച് കഴിഞ്ഞാൽ എന്താ വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഒരു 10-15 ചോദ്യ പേപ്പർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറപ്പ് ഉള്ള SCERT ബുക്കിന് ഈ പരിപാടി പറ്റില്ല. റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം മാത്രം, ഇതെന്തായാലും ചോദിക്കും, ഇത്രയും ഭാഗം എനിക്ക് പഠിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റാത്തത് നിങ്ങൾ എഴുതി വെക്കണ്ട. അങ്ങനെയുള്ള ഒരു നോട്ട് അവിടെ തയ്യാറാക്കി വെക്കുക. ആ നോട്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു 3ഓളം കളറുള്ള പേനകൾ ഉണ്ടായിരിക്കണം. ന്യൂസ് പ്രിന്റിൽ തയ്യാറാക്കുക. അപ്പം എന്താ വെച്ചാൽ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് ഇനിയും വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ ആഡ് ചെയ്യാം. അത് തയ്യാറാക്കുക. ഇങ്ങനെ ഈ രീതി ആവർത്തിച്ച് 100 ചോദ്യങ്ങളും പഠിക്കുക. അടുത്ത ചോദ്യ പേപ്പറിലേക്ക് കടക്കുമ്പോൾ മുമ്പ് പഠിച്ച വിഷയങ്ങൾ ആ നോട്ട് അവിടെ ഉണ്ടായിരിക്കും. ആ നോട്ടിൽ നോക്കുക. ആ നോട്ടിൽ നോക്കി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയമില്ലെങ്കിൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും റാങ്ക് ഫയലിൽ നിന്നിട്ട് ആഡ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന നോട്ട് ജെമിനിക്ക് കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന നോട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയലിന്റെ ഭാഗമോ നല്ല വൃത്തിയിൽ എഴുതി കാണിച്ചാൽ നിങ്ങൾ അതന്നെ ജെമിനിക്ക് കൊടുത്താൽ മതി. നോട്ട് നിങ്ങളുടെ വൃത്തിയിലാണെങ്കിൽ. വൃത്തിയിലല്ലെങ്കിൽ ആ റാങ്ക് ഫയലിന്റെ ഭാഗം എടുക്കുക, അത് ഫോട്ടോ എടുക്കുക, ജെമിനിക്ക് അപ്ലോഡ് ചെയ്യുക. ജെമിനിയോട് ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നടത്തി തരാൻ പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിന്റെ പ്രോംപ്റ്റ് ഒക്കെ ഞാൻ പിന്നീട് വിശദമായി പറഞ്ഞുതരാം. അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ജെമിനി മോക്ക് ടെസ്റ്റ് നടത്തി തരും. നിങ്ങളുടെ മാർക്കും ഇത് പറഞ്ഞുതരും. ജെമിനി ഉണ്ടാക്കിയ ഈ മോക്ക് ടെസ്റ്റും ഈ നോട്ടിലേക്ക് പകർത്തി എഴുതുക. അപ്പോൾ ഒരു ചോദ്യ പേപ്പറിൽ 100 എണ്ണം കഴിഞ്ഞ് അടുത്ത ചോദ്യ പേപ്പർ വരുമ്പോൾ ചില വിഷയങ്ങൾ ആവർത്തിച്ചു വരും. അപ്പോൾ നിങ്ങളുടെ റിവിഷനായി, അഡീഷണൽ ഇൻഫർമേഷനായി പുതിയ വിഷയങ്ങൾ വരുമ്പോൾ പുതിയ വിഷയങ്ങൾക്ക് വേറൊരു നോട്ട് ഉണ്ടാക്കി വെക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. ഇനി ചോദ്യ പേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ചുവടുവെപ്പ്. ആ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏത് വിഷയത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 17ഓളം ടോപ്പിക്കുകളാണ് LDCക്ക് ഉള്ളത്. അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് PSC വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സിലബസുമായി ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ആ സിലബസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ചരിത്രമാണെങ്കിൽ ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം, ആ ഏത് ഭാഗത്താണ് നോക്കുക. അതിൽ ചോദ്യത്തിൻ്റെ സങ്കീർണത എത്രത്തോളമാണ് അത് നിങ്ങൾ നോക്കണം. ഈ ചോദ്യം അത് തുടക്കത്തിലൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഈ ചോദ്യം സങ്കീർണമാണോ സിമ്പിളാണോ എന്ന്. എത്ര തവണ ഇതേ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് ചോദ്യ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഹോട്ട് ടോപ്പിക് മെല്ലെ മെല്ലെ മനസ്സിലാവും. ഒരു ചോദ്യ പേപ്പറിൽ മനസ്സിലാവില്ല. 4-5 ചോദ്യ പേപ്പർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഏതാണ് ഹോട്ട് ടോപ്പിക്കുകൾ വന്ന് എന്ന് പറയും. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ആ നോട്ട് ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നിങ്ങൾ റെഡ് കളറിൽ എഴുതി വെക്കണം. നിങ്ങളിപ്പോൾ പഴശ്ശിരാജയാണെങ്കിൽ അതിന് എത്ര ചോദ്യങ്ങൾ വന്നു. അപ്പോൾ ഒരു ചോദ്യം വന്നാൽ 1 എന്ന് എഴുതി വെക്കുക. രണ്ടാമത്തെ ചോദ്യം അതിൽ ചേർക്കുമ്പോൾ ആ 1ൻ്റെ അപ്പുറത്ത് 2 എന്ന് എഴുതുക. 15ഉം 16ഉം ഒക്കെ നിങ്ങൾ കാണാം പിന്നീട് ചില ടോപ്പിക്കിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഹോട്ട് ടോപ്പിക്കാണ് എന്ന് മനസ്സിലായി. ഇനി മനസ്സിലായത് ഉത്തരം അറിയാമോ? നിങ്ങൾ ഒരു ജേണൽ എഴുതി വെക്കണം. അത് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡയറി പോലെ. ഇന്ന് ഞാൻ 16 ചോദ്യങ്ങൾ നോക്കി, അതിൽ 12 എണ്ണം എനിക്കറിയില്ല, 4 എണ്ണേ കിട്ടിയുള്ളൂ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യ പേപ്പർ ആകുമ്പോൾ നിങ്ങൾ പഴയ ജേണൽ എടുത്ത് നോക്കിയാൽ സുഹൃത്തുക്കളെ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾ സ്വയം പ്രചോദിതരായിട്ടുണ്ടാവും, നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ഇതേ രീതിയാണ് തുടർന്ന് പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ബൗൺസിങ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ പറയണത് പോലെ നിങ്ങൾക്ക് ഈ പറയുമ്പോൾ ഇപ്പോഴുള്ള ചൂടേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി താഴും. സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നൊരു സന്തോഷം, നിങ്ങൾക്ക് കിട്ടുന്നൊരു എനർജി, അത് സാധിക്കുമെന്നുള്ള നിങ്ങളുടെ ആ ഒരു മൊമെന്റം ഉണ്ടല്ലോ, ആ ഒരൊറ്റ ചൂട് നിങ്ങളെ അടുത്ത LDC പരീക്ഷ വരെ സജീവമായിട്ട് നിർത്തും. ഒരു പരീക്ഷയിൽ അടുത്തൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റേ മാറിയിട്ടുണ്ടായിരിക്കും.
ഏതെങ്കിലും നെഗറ്റീവ് കേൾക്കുമ്പോൾ നിങ്ങൾ അവരോട് പുഞ്ചിരിക്കും. കാരണം നിങ്ങൾക്കറിയാം അത് പറയുന്നത് പൊള്ളാണ്, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പഠിച്ചാൽ കിട്ടും എന്നുള്ളതാണ്. കാരണം റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. യെസ്, ഇവിടെ റിവിഷനും നടക്കുന്നുണ്ട്. എങ്ങനെ റിവിഷൻ നടക്കുന്നത്? ഒരു ചോദ്യപേപ്പർ കഴിഞ്ഞാൽ അടുത്ത ചോദ്യപേപ്പർ വരുമ്പോൾ അതിലൊരുപാട് ചോദ്യങ്ങൾ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചോദ്യപേപ്പറുകളുടെ എണ്ണം കൂടുന്തോറും ആവർത്തനം കൂടും. അപ്പോഴൊക്കെ തന്നെത്താൻ റിവിഷൻ നടന്നു പോവുകയാണ്. ഇപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം, നമ്മൾ അതിലെ വിഷയം കേരള ചരിത്രം, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പുകൾ, അതിൽ നോക്കി, അതിൽ പഴശ്ശി വിപ്ലവം കണ്ടെത്തി. സങ്കീർണത നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത്തരം ചോദ്യങ്ങളുടെ സങ്കീർണത വളരെ കുറവായിരിക്കും. പക്ഷെ എക്കണോമിക്സിൽ 1991 സാമ്പത്തിക പരിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സങ്കീർണത കൂടുതലാണ്. ഭരണഘടന സങ്കീർണത കൂടുതലാണ്. ഫിസിക്സിലെ ചില ചോദ്യങ്ങൾ സങ്കീർണത കൂടുതലാണ്. ഇപ്പൊ സങ്കീർണത കൂടിയതും കുറഞ്ഞതുമായ ചോദ്യങ്ങൾ ഒരു 8-9 ചോദ്യ പേപ്പർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ളൊരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. വിഷയാധിഷ്ഠിതമായ നോട്ട് തയ്യാറാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചോദ്യത്തിന്റെ വിഷയം കണ്ടെത്തുക. പ്രത്യേകിച്ച് മൈക്രോ ടോപ്പിക്സ് ആണ് കണ്ടെത്തേണ്ടത്. ആ വിഷയത്തിന്റെ മുകളിൽ നിങ്ങൾ എഴുതേണ്ടത് പഴശ്ശിരാജ ഒന്നാം വിപ്ലവം എന്നാണ് എഴുതേണ്ടത്. അതെങ്ങനെ ഓർഗനൈസ് ചെയ്യാം, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ എങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാം ഈ നോട്ടിനെ, എങ്ങനെയാണ് ആ ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ ഫിസിക്കൽ നോട്ടിനെയും നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു ക്ലാസ് തരാം. അപ്പോൾ റാങ്ക് ഫയലിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം തുറക്കുക. ആ ഭാഗം മുഴുവനായി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ ആ ഭാഗം ഒന്ന് വായിക്കുക. എന്നിട്ട് സ്വന്തം ശൈലിയിൽ സംക്ഷിപ്തമായ നോട്ട് തയ്യാറാക്കണം. ഇപ്പം നോട്ട് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ടെക്നിക്സ് എന്താ, സങ്കേതങ്ങൾ എന്താണെന്ന് ഞാൻ ചെറുതായി ഇവിടെ പറയും, വിശദമായി പറയേണ്ടത്. ആ റാങ്ക് ഫയൽ പകർത്തി എഴുതാനുള്ളതല്ല നിങ്ങളുടേത്. നിങ്ങളുടെ രീതിയിലാണ് ആ നോട്ട് തയ്യാറാക്കേണ്ടത്. അത് വൃത്തിയുള്ളതായിരിക്കണം, ലെജിബിൾ, വായിച്ചാൽ മനസ്സിലാകണം, നന്നായി ഓർഗനൈസ്ഡ് ആയിരിക്കണം. പ്രധാനപ്പെട്ട വർഷങ്ങൾ, പേരുകൾ, സംഭവങ്ങൾ എന്നിവ എടുത്തു കാണിക്കുക. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം വായിച്ചു, വേണ്ടത്ര ധാരണ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അപ്പം യൂട്യൂബിൽ പോയി യൂട്യൂബ് വീഡിയോ കാണുക. ഓക്കെ, ആ യൂട്യൂബ് വീഡിയോ കാണുക. ആ യൂട്യൂബ് വീഡിയോയിലെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടെ നോട്ട് സമ്പൂർണ്ണമാക്കുക. നോട്ട് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ട കാര്യം, ഈ വിഷയത്തിൽ നിന്നുള്ള ഏതൊക്കെ തരത്തിലുള്ള PSC ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ ചോദ്യ പേപ്പറിലൊന്നും നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയും ഇതുണ്ട്. ഇപ്പൊ ചിലത് പറയും ഇത് വരുമോ, ഒഴിവാക്കിക്കാളാ, ഇത് വരുമോ എന്നുള്ള ചോദ്യം ഒഴിവാക്കിക്കാളാ. ആ ഭാഗം നിങ്ങൾ നോക്കണ്ട. പിന്നെ നിങ്ങൾക്ക് വരാൻ പറ്റാവുന്ന കുറഞ്ഞ പോയിന്റുകൾ ആദ്യം എഴുതി വെച്ചാൽ മതി. പിന്നീട് അടുത്ത ചോദ്യ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കുറച്ചും കൂടി അഡീഷണൽ വേണമെന്ന്. അപ്പൊ അതിനനുസരിച്ചിട്ട് അവിടെ ആഡ് ചെയ്യാം. അല്ലാതെ വാരി വലിച്ച് എഴുതണ്ട. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മെല്ലെ മെല്ലെ തുടങ്ങുക. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതിലൊരു മാസ്റ്റർ ആവും. നിങ്ങൾക്ക് നാളെ PSC ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നീട് മോക്ക് ടെസ്റ്റ് പരിശീലനം ഞാൻ പറഞ്ഞല്ലോ, ജെമിനി ഉപയോഗിച്ച് ഗൂഗിളിന്റെ ജെമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്താൽ മതി. മൊബൈലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ തയ്യാറാക്കിയ നോട്ടിന്റെ റാങ്ക് ഫയലിന്റെ ഭാഗത്തിന്റെ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്താൽ തന്നെ പിന്നീട് അത് നോട്ടാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് ഗൂഗിൾ ഡോക്സിൽ നമുക്ക് വളരെ വൃത്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ക്ലാസ് പറയുന്നില്ല. ഈ ഭാഗത്ത് നിന്ന് കേരള PSC LDC പരീക്ഷാ മാതൃകയിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാക്കി തരാൻ ജെമിനിയോട് പറയാം. മെല്ലെ മെല്ലെ ഇത് നിങ്ങൾ നിരന്തരം ആവർത്തിക്കുകയാണെങ്കിൽ ജെമിനി നല്ലൊരു അധ്യാപകനായി മാറും. നിങ്ങളുടെ ജെമിനി അടിപൊളി ഒരു അധ്യാപകനായിട്ട് മാറും. ഓക്കെ, അത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം ജെമിനിയിൽ, നിങ്ങളുടെ മെയിൽ ഉപയോഗിച്ചുകൊണ്ട്. ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ജെമിനി ഉപയോഗിക്കുക. അപ്പം അത് നിങ്ങളുടെ ഫ്രീ ആണെങ്കിൽ പോലും മെല്ലെ മെല്ലെ നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ യഥാർത്ഥ PSCയിലുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ കാണാം. മെല്ലെ കാണുള്ളൂ, തുടക്കത്തിൽ കാണില്ല. ജെമിനി നൽകുന്ന സൗജന്യ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാം. അവിടെ ഒരു ചോദ്യങ്ങളില്ലാത്ത, അതായത് 4 ഓപ്ഷനോട് കൂടിയ 10 ചോദ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകിയ നോട്ടിൽ നിന്നും 10 ചോദ്യങ്ങളും 4 ഓപ്ഷനും വെച്ച് തരും. അതിൻ്റെ ആൻസർ നിങ്ങൾ ജെമിനിക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറയുക. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്കായി. അപ്പോൾ ഒരു ടെസ്റ്റായി, എക്സാമായി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ചോദ്യവും ഉത്തരവും, ആ ചോദ്യം അതിൻ്റെ ഉത്തരവും ഒന്ന് എഴുതി വെക്കുക. ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക. AI ഉപയോഗിച്ച് എത്ര തവണ വേണമെങ്കിലും സൗജന്യമായി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നിർമ്മിക്കാം. ഇതിനൊക്കെ ടോക്കൺ ലിമിറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോക്കൺ ലിമിറ്റ് ഉപയോഗിച്ച് തന്നെ ജെമിനി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആവർത്തന പഠനം, നിരന്തര പുരോഗതി എന്ന് പറയുമ്പോൾ
ആവർത്തനത്തിൻ്റെ ശക്തി എന്താ? ഈ ചോദ്യപേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും ഈ രീതിയിൽ ആവർത്തിക്കുക. 100 ചോദ്യങ്ങൾ, 100 വ്യത്യസ്ത വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചു. 100 വ്യത്യസ്ത മൈക്രോ ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഒരു ചോദ്യപേപ്പർ കഴിയുമ്പോൾ. ആദ്യത്തെ ചോദ്യപേപ്പറിൻ്റെ അത്ര സമയം വേണ്ട രണ്ടാമത്തെ ചോദ്യപേപ്പർ എഴുതാൻ. കാരണം എന്താ? അതിൽ കുറേ എണ്ണം റിപ്പീറ്റഡ് ആയിരിക്കും. ചോദ്യപേപ്പർ കഴിഞ്ഞു പോകുന്തോറും നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ തുടക്കത്തിൽ 1, 2, 3 ചിലപ്പോൾ ഒറ്റൊന്നേ ചെയ്യാൻ പറ്റിയെന്ന് വരുള്ളൂ. പക്ഷെ മെല്ലെ മെല്ലെ നിങ്ങളെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ചെയ്യുന്ന ചോദ്യത്തിൻ്റെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നു. ഓരോ ചോദ്യപേപ്പർ പൂർത്തിയാക്കുമ്പോഴും നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം എന്താണെന്ന് വിലയിരുത്തുക. ഏത് വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്? നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യുക. പുരോഗതി ട്രാക്ക് ചെയ്യാൻ ഒരുപാട് ആപ്പുകൾ ലഭ്യമാണ്. അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി തരുന്നുണ്ട്. നിങ്ങൾ അത് ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ പുരോഗതി ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അറിവ് വർദ്ധിക്കും, ആത്മവിശ്വാസം വർദ്ധിക്കും. തീർത്തും സൗജന്യം. SCERT ബുക്കുകളെ പഠിക്കുമ്പോൾ നിങ്ങൾ SQR3 രീതിയിലാണ് പഠിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് അതായത് സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ്, റിവിഷൻ, ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഇത് ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന രീതിയാണ് SQR3 എന്നുള്ള രീതി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാഠപുസ്തകത്തിലെ ബുള്ളറ്റ് പോയിന്റുകൾ ശ്രദ്ധിക്കണം. പാഠപുസ്തകത്തിൽ പെട്ടിയിലാക്കിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാഠപുസ്തകത്തിൽ കോട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാഠപുസ്തകത്തിലെ സബ് ഹെഡിങ് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് PSC ചോദ്യങ്ങളായിട്ട് വരാറ്. അത് ഒഴിവാക്കരുത്. അതെങ്ങനെ പഠിക്കണം SQR3 രീതിയിൽ എന്നുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ പാഠപുസ്തകങ്ങൾ അടിമുടി പഠിക്കാനല്ല, PSC പരീക്ഷയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പഠിക്കാനാണ് നോക്കേണ്ടത്. എപ്പോഴും അത് പഠിക്കുമ്പോൾ ഞാൻ ആ SQR3 പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ചോദ്യം ചോദിക്കാനുള്ള മനോഭാവത്തോടു കൂടിയാണ് പഠിക്കുന്നത്. അതായത് ഒരു പാരഗ്രാഫ് വായിച്ചാൽ അതിൽ നിന്ന് എന്ത് ചോദ്യം വരും PSCക്ക് എന്ന് വെറുതെ ആലോചിക്കുക. മെല്ലെ മെല്ലെ ചോദ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് കൂടും. ഇനി വിൻഡോ എജുവിന് എന്തുണ്ട്? നിങ്ങളുടെ പഠനത്തെ സഹായിക്കാൻ പറ്റും. വിൻഡോ എജുവിനെ നിങ്ങളെ പഠനത്തെ സഹായിക്കാൻ പറ്റുന്നത് ദിവസേനയുള്ള വീഡിയോകൾ ഉണ്ടാവും ഞങ്ങളുടെ. ആ ദിവസേനയുള്ള വീഡിയോകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ അടുത്ത് ഇതിൻ്റെ മുഴുവൻ പഴയ നോട്ടുകളും പഴയ പാഠപുസ്തകങ്ങളും മുഴുവനുണ്ട്. പുതിയ SCERT പാഠങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ AI ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നോട്ടിൽ നിന്ന് അതിൽ മുൻകാല ചോദ്യപേപ്പറുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാനൊക്കെ പെയ്ഡ് AI ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറേ കൂടി എഫക്റ്റീവാണ്. അതിൽ നിന്നാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാനൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളുണ്ടു 3 to 3.5 hours ചെലവഴിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ കണ്ടന്റ് ആദ്യം ഉണ്ടാക്കുക. ഒരിക്കലും ഞാൻ പ്രധാനപ്പെട്ട ഗൈഡുകളിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനത്തിനോ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് കാണാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തൊഴിൽ വാർത്ത നോക്കും, തൊഴിൽ വീതി നോക്കും, എല്ലാം നോക്കും. പക്ഷെ അതിൻ്റെ ഒരു മിമിക്കായിരിക്കില്ല. എനിക്ക് പരീക്ഷയ്ക്ക് വരുമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ അതോടനുബന്ധമായ വസ്തുതകളും ആണ് അതിനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരിക. അതിൽ പഴയ SCERT പാടുണ്ടാവും, പുതിയ SCERT പാടുണ്ടാവും, ഈ ചോദ്യവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ തരിക. അത് ടോപ്പിക് വൈസ് ആക്കി മാറ്റിയിട്ട് ഇപ്പോൾ മറ്റേ ജനറൽ ആയിട്ടായിരുന്നു. ഇപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ്. ചരിത്രം, ജോഗ്രഫി, അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് തരിക. ഇതിൻ്റെ സൗജന്യ നോട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ പഠനത്തിന് ഇത് വളരെയധികം സഹായിക്കും. ആ നോട്ടും കൂടി നിങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചോദ്യപേപ്പർ ഞാൻ ഒരു 10 ദിവസം കൊണ്ട് കഴിക്കും. അങ്ങനെയാണ് അയച്ചാൽ 10 ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ 2 ചോദ്യപേപ്പറൊക്കെ ഉണ്ടാവുക. അതിന് എൻ്റെ രീതിയിൽ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ ഓഫർ ചെയ്യുന്നില്ല, നമ്മുടെ പെയ്ഡ് കുട്ടികൾക്ക് ഞാൻ AI ടീച്ചറെ കൊടുക്കുന്നുണ്ട്. 24x7 മണിക്കൂറും അവർക്ക് അതിനോട് സംശയം ചോദിക്കാം. അതതിന് എക്സാം ചെയ്തു തരും. എനിക്ക് എത്ര ആളെ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ സ്വന്തം ആപ്പ് ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം AI ഞങ്ങൾ 2-3 ആളുകൾ ചേർന്നിട്ടാണ് അത് രൂപീകരിക്കുന്നത്. അത് വന്നാൽ നിങ്ങൾക്ക് കുറേയും കൂടി എനിക്ക് തരാൻ പറ്റും. ഇതിൽ ചിലപ്പോൾ ആളുകളുടെ എണ്ണം ചിലപ്പോൾ ലിമിറ്റ് ചെയ്തേക്കാം. കാരണം അത് പെയ്ഡ് കുട്ടികൾക്കുള്ളതാണ്. അങ്ങനെ വന്നാൽ ആ AI ടീച്ചറേയും തരാം. അതായത് ഇന്നെടുക്കുന്ന യൂട്യൂബ് വീഡിയോൻ്റെ നാളെയാണ് ഞാൻ നോട്ട് നൽകുക. നാളെ രാത്രി നിങ്ങൾക്കൊരു എക്സാം വന്ന് കിട്ടും. ഓക്കെ, +1 മാർക്കും 0.33 മാർക്കും വെച്ചുകൊണ്ട് കുറച്ചും കൊണ്ട്. അതിന് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും ആപ്പിൻ്റെ ലിങ്കും ഞാൻ നാളെ നൽകുന്നുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ AI ടീച്ചർ നിങ്ങൾക്ക് ആ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബ് വീഡിയോ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം
ആ AI ടീച്ചറോട് അതുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അടുത്ത ദിവസം കിട്ടില്ല, കാരണം യൂസേജുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന് പേ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അത് തരാത്തത്. ഓക്കെ, അപ്പം നമുക്ക് സൗജന്യമാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും വല്ലാതെ പൈസ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൗജന്യ പഠനവും ഓൺലൈൻ കോഴ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായും സൗജന്യമായി പഠിച്ച് വിജയം നേടുക എന്നത് സാധ്യമാണ്, ഒരു മാറ്റവും ഇല്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 1000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടേതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും കോഴ്സിൻ്റെയോ എല്ലാ ഘടകങ്ങളും നോക്കി ചേരുന്നതായിരിക്കും 1000 രൂപയുണ്ടെങ്കിൽ ബുദ്ധി. അപ്പം സൗജന്യമായിട്ട് പഠിച്ചാൽ കിട്ടും. നിങ്ങളുടെ അടുത്ത് കാശില്ലെങ്കിൽ നമുക്കൊരു അർജൻസി ഉണ്ടായിരിക്കും ഇത് മേടിച്ചെടുക്കണമെന്ന്. മാത്രമല്ല അവിടെ നിങ്ങൾ എടുക്കുന്ന എഫർട്ട് നിങ്ങൾക്ക് കാശില്ലാത്തതുകൊണ്ടാണ്. മറ്റത് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സമയം വേണമല്ലോ. നോട്ട് എന്തായാലും ഉണ്ടാക്കിയെടുക്കണം, പക്ഷെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാനും നോട്ട് ഉണ്ടാക്കാനും ഡൗൺലോഡ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ട സമയം നിങ്ങൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാം. പിന്നെ കൃത്യമായൊരു ഗൈഡൻസ് കിട്ടും. അപ്പോൾ ഒരു കോഴ്സിൽ ചേരുന്നതിൻ്റെ പ്രാധാന്യം പഠന സാമഗ്രികൾ കണ്ടെത്താം, വിലപ്പെട്ട സമയം പഠനത്തിനായി കൂടുതൽ ക്രമീകരിക്കാം, ക്രമീകൃതമായ പഠന സിലബസ് അവിടെ ആൾറെഡി ഉണ്ടായിരിക്കും, വിദഗ്ധരുടെ മാർഗനിർദ്ദേശം ഉണ്ടായിരിക്കും. എൻ്റേതാണെങ്കിലും ആരുടേതാണെങ്കിലും ഈ കോഴ്സ് ചേരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചേർന്നാൽ മതി. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ശാസ്ത്രീയമായ പഠന രീതികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.5 വർഷം കൊണ്ട് 1.5 വർഷത്തിനുള്ളിൽ ഇത് മുഴുവൻ പഠിച്ചു തീരും. 2025 ആയിട്ടേ ഉള്ളൂ, 2027 എക്സാം. 1.5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തീരും. ഇപ്പം 3 to 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 28 മണിക്കൂർ പഠിക്കാൻ പറ്റുമോ നോക്കുക. അറ്റ്ലീസ്റ്റ് 21 മണിക്കൂറെങ്കിലും. അത് ദിവസം 3 മണിക്കൂർ വേണമെന്നില്ല, ചില ദിവസങ്ങൾക്ക് കൂടുതൽ കിട്ടാം. അങ്ങനെ 45 മിനിറ്റ് പഠിച്ചാൽ ഒരു 10 to 15 മിനിറ്റ് വിശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ രാവിലെയും രാത്രിയിലുമായിട്ട് സമയം വിഭജിക്കുക. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ തത്വം പിന്തുടരുക. ഒരേ വിഷയം വ്യത്യസ്ത ദിവസങ്ങളിൽ ആവർത്തിക്കുക. അതായത് നിങ്ങൾ ഇന്ന് മാത്സ് മാത്രം പഠിക്കാൻ നിൽക്കേണ്ട, അതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗുണം. ചരിത്രത്തിൽ 3 പഠിച്ച കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ പല ദിവസങ്ങളിലായിട്ട് ഒരേ ദിവസങ്ങളിൽ പല വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് വരും. പിന്നെ മനോനിക്കുകൾ, മെമ്മറി പാലസ് പോലുള്ള സാങ്കേതികതകളുണ്ട് മെമ്മറി നിർത്താൻ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ചിത്രങ്ങളും ചാർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിനൊന്നും അധിക നേരം ചെലവഴിക്കരുത്, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. വായിച്ചതെല്ലാം സ്വന്തം വാക്കുകളിൽ എഴുതി നോട്ടാക്കി മാറ്റുക. അപ്പം നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ഉറപ്പിൽ നിൽക്കും. അതാണ് ആക്റ്റീവ് ലേണിംഗ്. ആക്റ്റീവ് ലേണിങ്ങിന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പരിപാടിയെ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്വന്തം വാക്കുകളിൽ ഇത് എഴുതുമ്പോഴാണ്. അത് ആക്റ്റീവ് ലേണിംഗ് ആണ്, ഓർമ്മയിൽ കൂടുതൽ നിൽക്കും. കൂടാതെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്വയം പറ്റുമെങ്കിൽ പഠിപ്പിച്ചു നോക്കുക. മറ്റുള്ളവരെ ഒരാൾ മുന്നിലുണ്ട് വിചാരിച്ചിട്ട് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അവിടെ വിൻഡോജുവിന് ലേണം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തം വരുമാനം ഉണ്ടാക്കാം, ഞങ്ങളുടെ കണ്ടന്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ. ആ ഒരു സംവിധാനം വേണ്ടവർക്ക് അടുത്ത് തന്നെ നിങ്ങൾക്ക് പറയാം, ലേണം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് PSCക്ക് പഠിക്കുകയും ചെയ്യാം, അവരെ പഠിപ്പിക്കുകയും ചെയ്യാം. പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കോഴ്സ് ഒന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. കോഴ്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും. അതാണ് പഠിച്ച വിഷയങ്ങളിൽ നിന്ന് സ്വയം ചോദ്യമുണ്ടാക്കി പരിശീലിക്കുക. നിങ്ങൾക്ക് PSC മാത്രമല്ല, നിങ്ങൾക്ക് PSCക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ഞങ്ങൾക്ക് കോഡിങ്ങിൽ, അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൽ, 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള മാത്സിനൊക്കെ ഞങ്ങൾക്ക് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ പ്രൊമോട്ട് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. LDCയുടെ പരീക്ഷ ഘടന എന്ന് പറഞ്ഞാൽ ആകെ 100 മാർക്കാണ്. ചോദ്യങ്ങളുടെ എണ്ണം 100 ആണ്. ഓരോ ചോദ്യത്തിനും 1 മാർക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് -0.33. പരീക്ഷാ സമയം 1 മണിക്കൂർ 15 മിനിറ്റാണ്, 75 മിനിറ്റ്. OMR ഷീറ്റ് ഉപയോഗിച്ചുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷയാണ്. മലയാളം ഇംഗ്ലീഷും കൂടി 10-10. അതുപോലെ മെൻ്റൽ എബിലിറ്റിയും സിമ്പിൾ അരിതമെറ്റിക്കും കൂടി 10 ചോദ്യങ്ങൾ. ജനറൽ നോളേജ്, ചരിത്രം 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, അതുപോലെ തന്നെ ഭരണഘടന 5 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, കമ്പ്യൂട്ടർ 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, ബയോളജിയും പബ്ലിക് ഹെൽത്തും കൂടിയിട്ട് 6 മാർക്ക്. അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അങ്ങനെ മൊത്തം 50 ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാവും. കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊന്നും ആപ്റ്റായിട്ട് മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ ഇങ്ങനെ വരും. മറ്റേ ഇതിൽ 2-3 ചോദ്യങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. വല്ലാതെ കുറയില്ല, 2-3 ചോദ്യം ചിലപ്പോൾ കൂടിയേക്കാം.
സിലബസിൻ്റെ ഓവർവ്യൂ ഭാഷാ വിഷയങ്ങൾ മലയാളവും ഇംഗ്ലീഷും വരുന്നുണ്ട്, ജനറൽ നോളേജും കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട്, ശാസ്ത്രവും കണക്കും വരുന്നുണ്ട്, ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 75 മിനിറ്റിൽ 100 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും ശരാശരി 45 സെക്കൻഡാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. എങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യാം? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 10ഉം 15 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. അതല്ലാതെ 100 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം? വിൻഡോ ജൂവിൽ ടെലിഗ്രാം ചാനലിൽ വന്നാൽ മതി. മാസത്തിൽ 2ഓ 3ഓ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ആ മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക. ഓൺലൈനായിട്ടാണ് അതിൽ ആദ്യം ചെയ്യുക. ഒരു ചോദ്യത്തിൽ കുടുങ്ങി നിൽക്കരുത്. ഒരു ചോദ്യത്തിലും കുടുങ്ങി നിൽക്കരുത്. ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ 10 സെക്കൻഡിൽ കൂടുതൽ ഒരു ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നാൽ അവിടെ നിൽക്കരുത്, അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഇനി അടുത്തത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസാണ്. കുറഞ്ഞത് 50 പൂർണ്ണ മോക്ക് ടെസ്റ്റുകൾ വേണം. വിൻഡോ ജൂവിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. മാസത്തിൽ നിങ്ങൾക്ക് 3 മോക്ക് ടെസ്റ്റ് കിട്ടും. ഒരു 12 മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 36 മോക്ക് ടെസ്റ്റ് കിട്ടും. നമുക്ക് ഇനിയും സമയമുണ്ട്. അപ്പോൾ 50 എണ്ണം നിങ്ങൾക്ക് കിട്ടും. 50 മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം. നെഗറ്റീവ് മാർക്കിംഗ് സ്ട്രാറ്റജി ഉണ്ട്. സാധാരണ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന ആപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഒക്കെ ഉപയോഗിച്ചാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. ഇവിടെ നെഗറ്റീവ് മാർക്കുണ്ട്. മാത്രമല്ല പഠിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങളുടെ ഒരു പെർഫോമൻസ് അനാലിസിസ് ചെറുതായിട്ട് കിട്ടും, ഫുള്ളായിട്ട് കിട്ടില്ല. പെയ്ഡ് ആണെങ്കിൽ ഞങ്ങൾ ഫുള്ള് തരും, മറ്റേ നിങ്ങൾക്ക് കിട്ടും. ലാസ്റ്റ് മിനിറ്റ് ടിപ്സാണ്. പരീക്ഷയുടെ തലേന്ന് എന്നും അമിതമായി പഠിക്കാതിരിക്കുക. ഞാൻ പരീക്ഷയുടെ തലേന്ന് അധികം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇട്ട് തരാറില്ല. കാരണം മാനസിക ശാരീര വിശ്രമം ഉറപ്പിക്കാനുള്ള സമയമാണ് പരീക്ഷയുടെ തലേന്ന് എന്ന് പറയുന്നത്. മാരത്തോൺ ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്, ചിലപ്പോൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ. എനിക്കതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോകുന്നില്ല. പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചത് ഓർമ്മിക്കാൻ ചെറിയ തോതിൽ നിങ്ങൾ സ്വയം റിവിഷൻ നടത്തുകയാണ് വേണ്ടത്. അത്യാവശ്യ ഫോർമുലകൾ, തീയതികൾ, സിദ്ധാന്തങ്ങളൊക്കെ ദൃഢമാക്കാനുള്ള സന്ദർഭമാണ് പരീക്ഷയുടെ ദിവസം. ഇനി വിൻഡോ ജൂവിൽ ടെസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ പരമാവധി മോക്ക് ടെസ്റ്റുകൾ കണ്ടെത്തി അതൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതിൽ ആൻസർ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആൻസർ കീ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. OMR ഷീറ്റ് ഞാൻ അവൈലബിൾ ആക്കി തരാം, അതും പ്രിന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വയം മോക്ക് ടെസ്റ്റുകൾ ഒരു മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതിൽ നീല, കറുപ്പ് പേൻ, ബോൾ പോയിന്റ് പേൻ തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് ബബിളുകൾ പൂർണ്ണമായും എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. എന്നാൽ ബബിളിന് പുറത്തേക്ക് വരരുത്. റഫ് വർക്കിന് പ്രത്യേകം നൽകിയിട്ടുള്ള സ്ഥലം മാത്രം ഉപയോഗിക്കുക. അങ്ങനെ തന്നെ ശീലിക്കണം. OMR ഷീറ്റിൽ മടക്കുകൾ ഉണ്ടാവരുത്. വൃത്തിയായി സൂക്ഷിക്കണം. ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ, പേര്, റോൾ നമ്പർ നിങ്ങളൊന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് പേരുണ്ടാക്കുക, റോൾ നമ്പറൊക്കെ വ്യത്യസ്തമായിട്ട് എഴുതുക എക്സാമിന് മുമ്പ് തന്നെ. അതൊക്കെ പൂരിപ്പിക്കണം. പരീക്ഷ തീരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ അടയാളപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ നിങ്ങളൊന്ന് സ്വയം പ്രാക്ടീസ് ചെയ്യണം. OMR ഷീറ്റ് രൂപീകരിക്കുമ്പോൾ പതിവായിട്ട് വരുന്നത് ഒന്നിലധികം ബബിളുകൾ നിങ്ങൾ അടയാളപ്പെടുത്തും. തെറ്റാണ്. ബബിളുകൾ പൂർണ്ണമായും നിറയ്ക്കില്ല. അടയാളപ്പെടുത്തിയ ഉത്തരം തിരുത്താൻ ശ്രമിക്കരുത്. പേര്, രജിസ്ട്രേഷൻ നമ്പർ എന്നിവ തെറ്റായി രേഖപ്പെടുത്തരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പരീക്ഷാ ദിനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറഞ്ഞത് ഒരു 7-8 മണിക്കൂർ ഉറങ്ങണം മക്കളെ നിങ്ങൾ പരീക്ഷാ ദിനത്തിൽ കേട്ടോ. അല്ലാതെ നിങ്ങൾ പോരുത്. ഒരു ഗുണം ഉണ്ടാവില്ല ഉറക്കൊഴിച്ചു കഴിഞ്ഞാൽ. നാളത്തെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുന്നേ കൂട്ടി തന്നെ ഒരുക്കി വെക്കണം. യാത്രാ മാർഗവും സമയവും ഒക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പരീക്ഷാ ദിനത്തിൻ്റെ രാവിലെ അന്ന് വൈകി എഴുന്നേൽക്കരുത്. വല്ലാതെ വഴുകാതെ എഴുന്നേൽക്കുക. ഭക്ഷണം കഴിക്കണം. അഡ്മിറ്റ് കാർഡ്, ഐഡൻറ്റിറ്റി പ്രൂഫ്, നീല, കറുപ്പ് പേന എന്നിവയൊക്കെ എടുത്തിട്ടുണ്ടോ നോക്കുക. സമയത്തിന് പരീക്ഷാ കേന്ദ്രത്തിൽ എത്താൻ ശ്രമിക്കുക. മിനിമം 30 മിനിറ്റ് മുമ്പേ എങ്കിലും അവിടെ എത്തണം. 30 മിനിറ്റ് ഒന്നും പോരാ. 1 മണിയാണെങ്കിൽ ഇനിയിപ്പോൾ 7 മണിക്ക് ആക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം പോയി നിൽക്കുകയാണ് നല്ലത്. പരീക്ഷയ്ക്ക് മുമ്പുള്ള നിമിഷങ്ങൾ ശാന്തമായി ശ്വസിക്കുക. നമുക്കൊരു ക്ലാസ് വയ്ക്കാം. നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ആത്മവിശ്വാസം കിട്ടും. ചോദ്യപേപ്പർ ലഭിച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. OMR ഷീറ്റിൽ വിശദാംശങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക. ആദ്യം എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സമയ നിയന്ത്രണം പാലിക്കുക. ഉത്തരങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക. ഈ 3 നന്നായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. പരീക്ഷാ ദിനത്തിൽ സമ്മർദ്ദരഹിതമായിട്ടിരിക്കണം. കുറഞ്ഞത് 2ഓ 3ഓ മോക്ക് ടെസ്റ്റുകൾ യഥാർത്ഥ പരീക്ഷാ സാഹചര്യത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പരീക്ഷാ ദിനത്തിൽ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും അതിന് മുമ്പേ ആയിട്ട്. പിന്നെ മാനസികാരോഗ്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
പലരും ശ്രദ്ധിക്കാത്തതാണ്. ദിവസവും 30 മിനിറ്റെങ്കിലും നടക്കുകയോ യോഗ പരിശീലിക്കുകയോ ചെയ്യുക. മനസ്സിലായില്ലേ? അത് വളരെ ഗുണം ചെയ്യും. നിങ്ങൾ പഠിക്കുന്ന സമയം ക്വാളിറ്റി ടൈമായിട്ട് മാറും. ഉറക്കം ഒരു 7 to 8 മണിക്കൂർ വേണം. ദിവസവും 10-15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ 1 മണിക്കൂർ പഠിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു 2-2.5 മണിക്കൂറിന്റെ ഫലം കിട്ടും. ഓക്കെ, പോസിറ്റീവ് ചിന്ത മാത്രമേ മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടുള്ളൂ. നെഗറ്റീവ് ചിന്ത ആരുടെ മനസ്സിലും വരും. എനിക്ക് തോന്നി ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ അത് പറഞ്ഞത് അത്ര നന്നായില്ലേ, കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. ഇനി ഇങ്ങനെ വീഡിയോ എടുത്താലാണോ ഗുണം ചെയ്യുക? ഇതൊക്കെ എല്ലാവർക്കും സാധിക്കും. അപ്പം അവിടെയൊക്കെ നമ്മളതിനെ നെഗറ്റീവ് ചിന്തയെ നമ്മൾ പോസിറ്റീവ് ആക്കുക, അടുത്ത പ്രാവശ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ആലോചനയിലേക്ക് മാറ്റണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. ശുഭാപ്തി വിശ്വാസം, തോൽവികളൊക്കെ തന്നെ നമ്മുടെ പഠനാനുഭവമാണെന്ന് മനസ്സിലാക്കുക. ദീർഘകാല പഠനത്തിന് ശേഷം മാനസിക ശാരീരിക ആരോഗ്യം അത്യന്താപേക്ഷിതമാണ്. ദീർഘകാല പഠനത്തിന് എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾ സെൽഫ് കെയർ മാറ്റിവെക്കണം. ഓർക്കുക, ശാരീരികവും മാനസികവുമായ ആരോഗ്യം നല്ല പഠനത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നാണ് എല്ലാ ശാസ്ത്രീയ പഠനങ്ങളും പറയുന്നത്. PSERT പാഠപുസ്തകങ്ങൾ, മുൻകാല ചോദ്യപേപ്പറുകൾ, സൗജന്യ ഓൺലൈൻ ക്ലാസുകൾ, മൊബൈൽ ആപ്പുകൾ, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി നിങ്ങളോട് പറഞ്ഞു തന്നു. ഏകദേശ സമയക്രമമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ജനറൽ നോളേജിനാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ രീതി ചെയ്യുകയാണെങ്കിൽ ഈ രീതി ഒന്നും വേണ്ട. കാരണം സ്വന്തമായിട്ടുള്ള സമയക്രമം ഒന്നും ഉണ്ടാക്കണ്ട, തന്നെത്താൻ അവിടെ സമയക്രമം വരും. 100 ചോദ്യങ്ങൾ നമ്മുടെ ഓർഡർ തന്നെ പോവുക. അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട് ഞാൻ എവിടെ തരണ്ട്? നമ്മുടെ ബ്ലോഗിൽ തരണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഇതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ LDC കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് വെച്ച് എൻ്റെ ഒരു പ്രവചനം, ജനറൽ വിഭാഗമാണെങ്കിൽ മിനിമം 75 മാർക്ക് കിട്ടിയിരിക്കണം. ആ രീതിയിൽ ചിന്തിക്കുക. 75 മാർക്ക് തന്നെ വേണമെന്നല്ല. അതുപോലെ തന്നെ OBC വിഭാഗത്തിന് ഏകദേശം 70+ മാർക്ക് വേണ്ടി വരും. SC ST വിഭാഗത്തിന് 60 to 55-നും 60-നും ഇടയിൽ മാർക്ക് വേണം. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു 95 മാർക്ക്, 5 മാർക്ക് പോയിക്കോട്ടെ, 95 മാർക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഇതിലുള്ളത് ദിവസേന നിങ്ങൾക്ക് വീഡിയോ കിട്ടും. നമ്മുടെ കോഴ്സിലല്ല, ടെലിഗ്രാമിൽ. കോഴ്സിൽ അങ്ങനെയല്ല കേട്ടോ, ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ദിവസേന വീഡിയോ കിട്ടും. അത് LDC 10th ലെവലിന് മാത്രമുള്ളതാണ് നമ്മുടെ ചാനൽ. നിങ്ങൾക്കത് ഡിഗ്രിക്കും +2-നൊക്കെ ഉപയോഗിക്കാം. LDC 10th ലെവലിലുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യും. ഒരു ദിവസം ഒരു ടോപ്പിക് ആണെങ്കിൽ അടുത്തൊരു ദിവസം ടോപ്പിക്ക്. ഈ അടുത്ത കാലത്ത് 2024-ലും 2025-ലും നടന്ന എക്സാമുകൾ, ആ എക്സാമുകളിലെ ചോദ്യപേപ്പറുകൾ വിഷയത്തിനനുസരിച്ച് എടുത്ത് അതുമായി ബന്ധപ്പെട്ട SCERT പഴയ പാഠം, പുതിയ പാഠം, മുൻകാല PSC ചോദ്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് തരിക. അത് കഴിഞ്ഞാൽ അതിൻ്റെ സൗജന്യ നോട്ട് നിങ്ങൾക്ക് ലഭിക്കും പിറ്റേ ദിവസം. അധികവും ഇപ്പം ഇന്ന് എനിക്ക് ഇടാൻ പറ്റില്ല, ഇന്നലത്തെ എൻ്റെ നാളെ ഇടും ഞാനപ്പോൾ. അപ്പോൾ സൗജന്യ നോട്ട് ലഭിക്കും. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇടുക. രാത്രി 7 മണിക്ക് അതിൽ നിന്നൊരു മോക്ക് എക്സാം ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സാധ്യമാവുമെങ്കിൽ ഞാൻ നോക്കട്ടെ, നമ്മുടെ കുട്ടികൾക്കുള്ള AI ടീച്ചർ ഉണ്ട്. അതാത് ദിവസം ഇടുന്ന വീഡിയോൻ്റെ AI ടീച്ചർ പിറ്റേ ദിവസം നിങ്ങൾക്ക് ലഭ്യമാവും. ആ ലിങ്ക് പോയി കഴിഞ്ഞാൽ അതന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നടത്തിത്തരും. അതന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ആ എടുത്ത യൂട്യൂബ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ഡീപ്പായി PSCക്ക് വരുന്ന വിഷയങ്ങളടക്കം ചോദിച്ചാൽ നിങ്ങൾക്ക് അത് മറുപടി തരും. അത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാം. മറ്റൊന്ന് മൈൻഡ് മാപ്പിംഗ് ആണ്. വളരെ എഫക്റ്റീവാണ് മൈൻഡ് മാപ്പിംഗ്. അതിനൊരുപാട് സൗജന്യ ടൂളുകളുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞു തരാം. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, അതായത് എങ്ങനെയാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ നടത്തേണ്ടത്, അതിനൊരു ശൈലിയുണ്ട്. അത് ഞാൻ ഇപ്പം എങ്ങനെ പറയുന്നില്ല. ആ ശൈലി നടത്താൻ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് നടത്തേണ്ടത് എന്നുള്ളത് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഫ്ലാഷ് കാർഡുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാക്കാം ഓൺലൈനായിട്ട് തന്നെ. അതിനൊന്നും അധിക സമയം ചെലവഴിക്കേണ്ട. ആ രീതിയും എങ്ങനെയാണ്, അത് വളരെ ഉപകാരപ്രദമാണ്, അതും പറഞ്ഞു തരുന്നുണ്ട്. PSC ചോദ്യങ്ങൾ വളരെ കൃത്യമായ വസ്തുതകൾ, വർഷങ്ങൾ, സംഭവങ്ങളിൽ നിന്ന് ചോദിക്കുള്ളൂ. ഒരേ വിഷയത്തിൽ നിന്ന് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. സാധാരണ ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളാണ് PSCക്ക് വരിക. 8-9 ചോദ്യമാണ് ആവർത്തനത്തിൽ നിന്ന് മാറിപ്പോവുക. കറണ്ട് അഫയേഴ്സുമായി സാധാരണ വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതി ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. പഠിച്ച ഭാഗത്തെ നോട്ടോ ഫോട്ടോയോ എടുത്ത് ജെമിനിയിൽ കൊടുത്താൽ മതി. ഈ ഭാഗത്ത് നിന്ന് കേരള PSC LDC പരീക്ഷാ മാതൃകയിൽ 10 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് തയ്യാറാക്കുക. വിശദമായ പ്രോംപ്റ്റിംഗ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, അത് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. സൃഷ്ടിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിശീലിക്കുക. സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ
നിങ്ങൾ ശ്രമിക്കണം. കുറിപ്പെടുക്കുന്ന രീതി അതും കൂടി നമുക്ക് പറയാം. അവിടെ കണ്ടന്റ് നോട്ട് എന്ന് പറയുന്നത് പേജിനെ 3ആയിട്ട് വിഭജിക്കുക. പേജിനെ നമ്മൾ 3ആയിട്ട് വിഭജിക്കുക. ആ 3ആയിട്ട് വിഭജിക്കുമ്പോൾ ഇടതുവശത്ത് കീവേഡുകൾ, ചോദ്യങ്ങൾ, ഇടതുവശത്ത് കീവേഡ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, കീവേഡ്സ് എഴുതി വയ്ക്കുക. പഴശ്ശി വിപ്ലവം, 1ാം പഴശ്ശി വിപ്ലവം, 2ാം പഴശ്ശി വിപ്ലവം, അതൊക്കെയാണ് കീവേഡ് എന്ന് പറയുന്നത്. വലതുവശത്ത് വിശദമായ നോട്ടുകൾ. ഒരു പേപ്പറിനെ ഇങ്ങനെ പകുതിയാക്കി ഈ ഭാഗത്ത് കീവേഡ്, ഈ ഭാഗത്ത് അതിൻ്റെ നോട്ട്, ഈ ഭാഗത്ത് എന്താണ് ഉണ്ടാവുന്നത്, അവിടെ ഇതിൻ്റെ സംക്ഷിപ്തം, മൊത്തം സംക്ഷിപ്തം. അങ്ങനെയാണ് സംക്ഷിപ്തം എഴുതേണ്ടത്, നോട്ട് എഴുതേണ്ടത് എന്നുള്ളൊക്കെ ഒരു സ്റ്റൈൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മറ്റേത് ഫ്ലോ ചാർട്ടും ഡയഗ്രാമും ഉണ്ടാക്കാം, ടേബിളും കമ്പാരിസണും ഉണ്ടാക്കാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഓൺലൈൻ പഠന ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ചേരാം. ഇനി മുൻകാലങ്ങളിൽ PSC പരീക്ഷയിൽ ഇങ്ങനെ വിജയിച്ചവരുണ്ടോ? ഉദാഹരണത്തിന് LDC 2019 രാഹുലിൻ്റെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാണോ മനോരമ തൊഴിൽ വീതിയാണോ എന്നറിയില്ല, അയാളുടെ അനുഭവമാണ്. 2019 LDC പരീക്ഷയിൽ 83 മാർക്കാണ് അയാൾ നേടിയത്. പൂർണ്ണമായും സൗജന്യ ഉറവിടങ്ങൾ ഉപയോഗിച്ചാണ് പഠിച്ചത്. SCERT പുസ്തകങ്ങൾ, മുൻകാല ചോദ്യപേപ്പറുകൾ, യൂട്യൂബിലെ സൗജന്യ ക്ലാസുകൾ എന്നിവയായിരുന്നു എൻ്റെ പ്രധാന ഉറവിടങ്ങൾ. ദിവസവും 6-7 മണിക്കൂർ കൃത്യമായി പഠിച്ചു. ആദ്യം എല്ലാ വിഷയങ്ങളും ഒറ്റത്തവണ പൂർത്തിയാക്കി, പിന്നെ റിവിഷന് മാത്രമായി ശ്രദ്ധ നൽകി. പരീക്ഷയ്ക്ക് 3 മാസം മുമ്പ് 50 മോക്ക് ടെസ്റ്റുകൾ എടുത്തു. അടുത്തത് നോക്കൂ, ഓൺലൈൻ കോഴ്സിലൂടെ വിജയിച്ച അനുഭവം. എനിക്കൊരു പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സമയം കുറവായിരുന്നു. ഒരു മികച്ച ഓൺലൈൻ കോഴ്സിൽ ചേർന്നു. എൻ്റെ അല്ലാട്ടാ, വേറൊരു സ്ഥാപനത്തിൻ്റെതാണ്. നമ്മുടെ ഇതും വന്നിട്ടുണ്ട്, പക്ഷെ ഇതല്ല എന്ന് പറയാം. ഇനി നാളെ ദിവ്യ എന്ന് പറയുന്ന ആള്, ആ സ്ഥാപനത്തിൻ്റെ പേര് പറയാത്തത് ഞാനിപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല സ്ഥാപനമാണ്. എനിക്ക് സ്വന്തം സ്ഥാപനമുള്ളതുകൊണ്ട് ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യില്ലല്ലോ. സ്ട്രക്ചേർഡ് പഠന പദ്ധതിയായിരുന്നു. വാർഷിക ഫീസ് അദ്ദേഹം കൊടുത്തത് 1999 അങ്ങനെ എന്തോ ആണ്. സൗകര്യത്തിനനുസരിച്ച് കാണാൻ കഴിയുന്ന വീഡിയോ ക്ലാസുകൾ, നിരന്തര പരിശീലന പരീക്ഷകൾ എന്നിവ വളരെ സഹായകമായി. ജോലിക്ക് ശേഷം രാത്രി 2-5 മണിക്കൂർ, വീക്കെൻഡുകളിൽ 8-10 മണിക്കൂർ എന്ന രീതിയിൽ പഠിച്ചു. ദിവ്യയാണ്. LDC 2023 റാങ്ക് ഹോൾഡർ. അനുഭവമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സോ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് സൗജന്യവുമായും പഠിച്ചെടുക്കാം. ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുകൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് തിരഞ്ഞെടുക്കുക. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു കാശവും ഇല്ലെങ്കിലും വിൻഡോജ് നിങ്ങളെ സഹായിക്കാനുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് പരിധിയുണ്ട്. എൻ്റെ ജീവിതമാർഗം ഇപ്പോഴാണ്, സർക്കാർ ജോലിയൊക്കെ രാജിവെച്ചതിന് ശേഷം. ഇപ്പോൾ തീർത്തും സൗജന്യമായി തരാൻ പറ്റില്ല, പക്ഷെ സൗജന്യമായി തരാൻ പറ്റാവുന്നതിൻ്റെ തീർത്തും സൗജന്യമായി തരാൻ പറ്റും എനിക്ക്. ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. എനിക്ക് PSC പരീക്ഷ എഴുതി ജോലി നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ശരാശരിക്കാരനാണ്. നിങ്ങൾക്കും പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അതിലൊരു സംശയവും വേണ്ട. ഞാൻ PSC ക്രാക്ക് ചെയ്തതിനു ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. ഇത് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ 18.5 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത് പൂതി കൊണ്ടാണ്. ഇപ്പം പാഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. സർക്കാർ ജോലിയുടെ സമാധാനം, സർക്കാർ ജോലിയുടെ ആ മാസം ആദ്യം വരുന്ന ശമ്പളം ഒന്നും ഒരിക്കലും നിങ്ങൾ മറ്റൊരു ഫീൽഡിലും പ്രതീക്ഷിക്കേണ്ട. അവിടെ വരുമാനം കൂടാം കുറയാം, ഭയങ്കര റിസ്ക് ഉണ്ടായിരിക്കും. പാഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ സ്വന്തം സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് വളരാം. നിങ്ങളുടെ സ്വയം പഠനത്തിന് ഒരു ഉപാധിയായി വിൻഡോജുവിൻ്റെ ടെലിഗ്രാം ചാനലിനെയും യൂട്യൂബിനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ആപ്പിനെയും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു സന്തോഷമേ ഉള്ളൂ. ഓക്കെ, ഈ ക്ലാസ് അവസാനം വരെ കണ്ടവർ അവരുടെ കമൻ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. LDC 2027 സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ ശൈലിയിലൊന്ന് പോയി നോക്കൂ. ഇതിനു ബന്ധപ്പെട്ട സബ്ജക്റ്റ് ക്ലാസ്സുകൾ തുടരും. ഇതുമായി ബന്ധപ്പെട്ട ടിപ്സുകളും ട്രിക്സുകളും ഞാൻ പറയുന്നുണ്ട്. പക്ഷെ സാധാരണ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് കുറവാണ്. അപ്പോഴാണ് നമ്മൾ സബ്ജക്റ്റിന് മാത്രം ഇടുക. കാരണം സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് വീണ്ടും പെയ്ഡ് കുട്ടികൾക്ക് ക്ലാസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പ്രൊമോഷൻ നിങ്ങളും കൂടി നൽകുകയാണെങ്കിൽ കൂടുതൽ കണ്ടന്റുകളും കൂടുതൽ വിവരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.